നമ്മളുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് നമ്മളുടെ ഏറ്റവും വിശിഷ്ട വ്യക്തിയായിട്ടുള്ളത് നമ്മളുടെ നൈസിൽ മാം ആണ്. സോ ഞാൻ ഈ ഒരു സമയത്ത് നൈസിൽ മാമിനെ വെൽക്കം ചെയ്യാണ്. സോ ഡോക്ടർ നൈസിൽ റോമിസ് തോമസ് മാം ഇപ്പോൾ കറന്റ്ലി രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഷീസ് ഓൾസോ ദ പ്രോഗ്രാം കോർഡിനേറ്റർ ഫോർ BSW program. And also മാമിന് ഒരു 20+ years of experience ഉണ്ട് ഈ ഒരു സോഷ്യൽ വർക്ക് ഫീൽഡിൽ, ഇൻക്ലൂഡിങ് ടീച്ചിങ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആൻഡ് ഓൾസോ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ്. ഓൾസോ മാം റെഫ്യൂജി അസിസ്റ്റൻസ് പ്രോഗ്രാം ഓഫ് ന്യൂഡൽഹി YMCAയുടെയും നമ്മളുടെ UN കമ്മീഷൻ ആയിട്ടുള്ള UNHCR ഫോർ റെഫ്യൂജീസ് കമ്മീഷനായിട്ടും മാം അവിടെ ഡൽഹിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മാമിന് മെയിൻ ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് പറയുകയാണെങ്കിൽ സോഷ്യൽ വർക്ക് റിസർച്ച്, സോഷ്യൽ ലെജിസ്ലേഷൻ, സ്ട്രെങ്ത് ബേസ്ഡ് വർക്ക്, ചൈൽഡ് ആൻഡ് അഡോളസന്റ് മെന്റൽ ഹെൽത്ത്, അതൊക്കെയാണ്. മാഡം ഈ ഒരു സമയത്ത് നമ്മളോട് ആയിരിക്കുമ്പോൾ ചെറിയൊരു വ്യക്തിയല്ല. മാഡം ബാംബിന്റെ ജേർണൽസും ആർട്ടിക്കിൾസും നാഷണലി ആൻഡ് ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ജേർണൽസിലെല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മാം PhD ഹോൾഡർ ആണ്, ആസ് യു ഓൾ നോ. സോ ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ നമ്മുടെ പെട്ടെന്ന് ഞങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്ന ഒരു പേരാണ് ഡോക്ടർ നൈസിൽ മാമിൻ്റെത്. മാം, ഓവർ ടു യു. താങ്ക് യു ആൽവിൻ. ഓക്കെ, ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ സെഷൻ നടക്കുമ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽവിൻ അഗസ്റ്റിൻ/lab എന്നുള്ള ഇത് കാണാം. അതിലേക്ക് നിങ്ങൾക്ക് പേഴ്സണലി അയച്ചു തരാവുന്നതാണ്. ഈ സെഷന്റെ ഇടയിൽ നമ്മൾ ആരും അൺമ്യൂട്ട് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. അതിനുശേഷം നമുക്കൊരു Q&A സെഷൻ സെപ്പറേറ്റ് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മളെ ക്വസ്റ്റ്യൻസ് ആൻഡ് ഡൗട്ട്സ് നമുക്ക് എന്തായാലും ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഓവർ ടു യു മാം. താങ്ക് യു. So first of all, I appreciate all of you for joining the session. You might have varied reasons for joining this. Some maybe wanting to go abroad. Some might have been more interested in doing social activities, actively involved in societal functioning. അങ്ങനെ പല ഉദ്ദേശങ്ങളും ഉദ്ദേശ ലക്ഷ്യങ്ങളും ഉണ്ടാവാം. അതെന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ we'll spend time together so that we can have a better understanding of the MSW program. Okay. Now, our slides on the share cheyamo. As I understood, some of you have already MSW students who are pursuing MSW, and some are yet to decide on whether to take social work or not. രണ്ട് മിക്സ്ഡ് ഗ്രൂപ്പാണ് നമുക്കുള്ളത്. അത് കുഴപ്പമില്ല, രണ്ട് ഗ്രൂപ്പിനെയും കേറ്റർ ചെയ്യുന്ന രീതിയിലായിരിക്കും I'll be talking. Okay. Now, before moving on to the relevance, I was asked to talk about the relevance and scope of MSW program. Before moving into the relevance and scope, കുറച്ച് ബേസിക് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് മൂവ് ഓൺ ടു ദ റെലവൻസ്. ഓക്കെ, പ്ലീസ്. ഹലോ. So when you talk about MSW program, MSW programന്റെ കുറച്ച് ബേസിക് ഇൻഫർമേഷൻ, അതായത് നമ്മൾ എന്താണ് ഈ പ്രോഗ്രാം എന്നുള്ളത്, as most of you might be knowing, MSW is Master of Social Work and it's a 2-year postgraduate program. MSW, unlike other PG programs, നമ്മൾ മെഡിക്കൽ പ്രൊഫഷനും നഴ്സിംഗ് പ്രൊഫഷനും ഒക്കെ പറയുന്ന പോലെ തന്നെ MSWന്റെ ഒരു പ്രത്യേകത, we give a lot of importance for the field learning. പ്രാക്ടിക്കൽ ലേണിംഗിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സെമസ്റ്ററിലും we have 4 semesters and each semester we have given a lot of emphasis on field education. ഫീൽഡ് പ്രാക്ടീസ് എന്നുള്ളൊരു പേപ്പർ ആയിട്ട് തന്നെ MSW പ്രോഗ്രാം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്.
And there are different specializations as well for MSW program. നമ്മുടെ ഇന്ത്യയിൽ തന്നെ പലയിടത്തും ചിലയിടത്തൊക്കെ നമ്മൾ എന്താണ് ജനറലിസ്റ്റ് പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ ഉള്ള പ്രോഗ്രാംസ് ഉണ്ട് വിത്ത് നോ സ്പെഷ്യലൈസേഷൻസ്. പക്ഷെ പൊതുവെ നമ്മൾ ഇന്ത്യയിൽ ഉള്ള പ്രോഗ്രാംസ്, നമ്മുടെ സ്കൂൾസ് ഓഫ് സോഷ്യൽ വർക്കിലൊക്കെ ഉള്ള പ്രോഗ്രാംസിൽ വി ജനറലി ഹാവ് ഫ്യൂ സ്പെഷ്യലൈസേഷൻസ്. സ്പെഷ്യലൈസേഷൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒക്കെ പൊതുവെ നമ്മൾ ഓഫർ ചെയ്യാറുള്ളത് ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയർ, അതായത് കുടുംബങ്ങളുമായിട്ടും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട, വിമൻ ആയിട്ട് ബന്ധപ്പെട്ട, യൂത്ത് ആയിട്ട് ബന്ധപ്പെട്ട പ്രോജക്ട്സിലും അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ വർക്ക് ചെയ്യാൻ കൂടുതൽ സഹായകരമായ രീതിയിലുള്ള ഒരു ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയർ. Starts the second year of employment. അപ്പോൾ അവരുടെ ഫീൽഡും സ്പെഷ്യലൈസേഷൻ ഏതാണെങ്കിലും നമ്മൾ അവരുടെ ഫീൽഡ് ആ രീതിയിലായിട്ട് സോഷ്യൽ വർക്ക്, വേർ യു ആർ സപ്പോസ് ടു വർക്ക് ഇൻ മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് സെറ്റിംഗ്സ്. മെഡിക്കൽ സെറ്റിംഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ജനറൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട സെറ്റിംഗ്സിൽ വർക്ക് ചെയ്യുന്ന. ഇറ്റ് ക്യാൻ ബി ഇൻ പബ്ലിക് ഹെൽത്ത് സെറ്റിംഗ്സ്, ഇറ്റ് ക്യാൻ ബി ഇൻ ഹോസ്പിറ്റൽസ്. ഒരുമാതിരിപ്പെട്ട നല്ല ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിൽ ദേ ഹാവ് പ്രൊഫഷണൽ ടീം ഓഫ് social workers working along with doctors and other paramedical team. അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ചെയ്യാനായിട്ടുള്ള ഒരു ട്രെയിനിങ് മെഡിക്കൽ ആൻഡ് സൈക്കാട്രിക്, കൂടുതൽ for dealing with people having mental issues. The third common specialization is community development, where this is basically a specialization which focus on working in development field, development areas. നമ്മൾ ഇന്ത്യയിൽ ഇഷ്ടംപോലെ എന്താ പറയുന്നത് ഡെവലപ്മെന്റ് പ്രോജക്ട്സ് ഇഷ്ടംപോലെയുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. അതർ പാർട്സ് ഓഫ് ദി വേൾഡ് ഓൾസോ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റും ഇഷ്ടംപോലെ സ്കോപ്പ് ഉള്ള ഒരു സ്പെഷ്യലൈസേഷൻ ആണ്. So you will be learning more about urban rural development, how development projects അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്നുള്ള സ്പെഷ്യലൈസേഷനിൽ നമ്മൾ കൂടുതലും പഠിക്കുക. പിന്നെയുള്ള സ്പെഷ്യലൈസേഷൻസ് ആണ്, ഇപ്പം ഐ കം ഫ്രം രാജഗിരിയിൽ ഒരു സ്പെഷ്യലൈസേഷൻ കൂടെ നമ്മൾ ഓഫർ ചെയ്യുന്നത് CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ വർക്ക് ആൻഡ് CSR എന്നുള്ളൊരു സ്പെഷ്യലൈസേഷൻ ഉണ്ട്. എസ്പെഷ്യലി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് lot of CSR coming up nowadays. വളരെ കോമൺ ആയിട്ടുള്ള വേറൊരു സ്പെഷ്യലൈസേഷൻ ആണ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ. കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ഹെൽപ്പ് വർക്ക് വിത്ത് പ്രൊബേഷൻ അങ്ങനത്തെ രീതിയിലുള്ള. കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ് ഡീൽസ് വിത്ത് പീപ്പിൾ ഹു ഗെറ്റ് ഇൻ ടു ക്രൈംസ് and dealing with how we deal with them. നമ്മൾ അതിന്റെ പ്രിവെൻഷൻ, എന്താണ് കറക്ഷൻ, റീഹാബിലിറ്റേഷൻ, അങ്ങനെ പല ആസ്പെക്ട്സിൽ നമ്മൾ വർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഏരിയയിൽ വർക്ക് ചെയ്യാൻ സഹായമായിട്ടുള്ള ഒരു സ്പെഷ്യലൈസേഷൻ ആണ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ. വേറൊരു പ്രധാനപ്പെട്ട സ്പെഷ്യലൈസേഷൻ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഓർ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന സ്പെഷ്യലൈസേഷൻ, വിച്ച് ഇസ് ബേസിക്കലി ഡിസൈൻഡ് ഫോർ വർക്കിംഗ് ഇൻ കമ്പനീസ്. കമ്പനികളിലുള്ള എന്താണ് ആൾക്കാർക്ക് എംപ്ലോയീസിനുള്ള ഇഷ്യൂസ്, എംപ്ലോയി അസിസ്റ്റൻസ് പ്രോഗ്രാംസ്, വെൽഫെയർ ഓഫീസർ, അങ്ങനത്തെ രീതിയിലുള്ള ജോലികൾക്കൊക്കെ സഹായകരമായിട്ടുള്ളൊരു സ്പെഷ്യലൈസേഷൻ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇനി ഇതല്ലാതെ വേറെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്, പല ഡിപ്പെൻഡിങ് ഓൺ സ്കൂൾസ്. എനിക്കൊന്ന് ഈ സെഷൻ കഴിഞ്ഞിട്ട് യു വിൽ ബി ഹാവിംഗ് another presentation on with regard to specializations. So these are the major specializations that are being offered in the different colleges in India. ഇത് കൂടാതെ ഇപ്പൊ നിങ്ങൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസിന്റെ ഒക്കെ എടുക്കുകയാണെങ്കിൽ they have lot of other specializations. പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് തന്നെ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ട്രൈബൽ വർക്കിന് വേണ്ടി വേറൊരു സ്പെഷ്യലൈസേഷൻ ഉണ്ട്. they have got lot of specializations. അങ്ങനെ ഉള്ള so you will come to that later in the upcoming presentation. Now, സ്പെഷ്യലൈസേഷൻസിനെ പറ്റി പറയുമ്പം അതിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, സാധാരണ എനിക്കൊന്ന് ഞാൻ we usually sit for interviews or for dealing with queries with regard to MSW program. പലപ്പോഴും സംഭവിക്കാറുള്ള കാര്യമാണ്, people are more fond of certain specializations.
മെഡിക്കൽ ആൻഡ് സൈക്കാട്രിക് സ്പെഷ്യലൈസേഷൻ കിട്ടിയില്ലെങ്കിൽ എൻ്റെ MSW വെറുതെ ആയി പോകും എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ HR കിട്ടിയില്ലെങ്കിൽ പോയി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ that's actually a misconception. So over the years of so far I've been working with in the academic sector for the past 17-18 years. അപ്പൊ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിനിടയ്ക്ക് നമ്മൾ പഠിപ്പിച്ച പിള്ളേർ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ വാട്ട് ഐ ഹാവ് ഫൗണ്ട് ദാറ്റ് സ്പെഷ്യലൈസേഷൻ ഡു നോട്ട് ആക്ച്വലി മാറ്റർ. വാട്ട് ആക്ച്വലി മാറ്റർ ഈസ് യുവർ എക്സ്പീരിയൻസ്. നിങ്ങൾ MSW ഇസ് ജസ്റ്റ് എൻ എൻട്രി ലെവൽ. നിങ്ങളൊരു ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു ലെവൽ മാത്രമാണ് MSW. അത് കഴിഞ്ഞ് വേർ യു വർക്ക്, ഹൗ യു വർക്ക്, വാട്ട് ആക്ച്വലി മാറ്റേഴ്സ്, റൈറ്റ്? ഇപ്പോ എനിക്ക് തന്നെ അറിയാം, എൻ്റെ തന്നെ സ്റ്റുഡൻസ്, എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സ്പെഷ്യലൈസേഷൻ എടുത്തവർ വളരെ ഭംഗിയായിട്ട് മെഡിക്കൽ സെറ്റിംഗിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. CD എടുത്തവർ തന്നെ ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. സോ സ്പെഷ്യലൈസേഷൻ ആക്ച്വലി ഡസന്റ് മാറ്റർ ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് matter of 2 semesters. ആ 2 semesters തന്നെ വളരെ കുറച്ച് പേപ്പേഴ്സ് ആണ് യു വിൽ ബി ഹാവിംഗ്. Can you hear me? Yes, ma'am, we can hear you. Sometimes some voice breaking is there. Ma'am, if needed, you can switch off your video. Then I think you will get video off. Yeah. Yes. Yeah, yes. that would be great. Yes. Thank you. So നമ്മൾ എങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ വർക്ക് ചെയ്യുന്നു, ഏത് ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസസ് നമ്മൾ ഗെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ച്വലി ദാറ്റ് മാറ്റേഴ്സ്. അപ്പൊ സ്പെഷ്യലൈസേഷന് വേണ്ടി നമ്മൾ MSW ജോയിൻ ചെയ്യുമ്പം സ്പെഷ്യലൈസേഷൻ ഇന്ന സ്പെഷ്യലൈസേഷൻ എന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലാണെങ്കിൽ യു ഹാവ് ലോട്ട് ഓഫ് അതർ ഓപ്പർച്യൂണിറ്റീസ് ടു മേക്കപ്പ് ഫോർ ഏതെങ്കിലും ഒരു പേപ്പർ, 1-2 പേപ്പേഴ്സ് നിങ്ങൾക്ക് മിസ്സാവുന്നുള്ളൂ. അപ്പൊ അത് മേക്കപ്പ് ചെയ്യാനുള്ള ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ആർ ദർ. സിൻസ് we have got lot of MOOC courses, free online courses which can cater to these aspects. Okay, now coming back to the social work MSW program, this program actually developed out of the activities people did in response to the consequences of industrial revolution, both in US and UK. The industrial revolution കഴിഞ്ഞ സ്ലമ്മില് ജീവിച്ചിരുന്ന ആൾക്കാർ, ഒന്നും ചെയ്യാനില്ലാതിരുന്ന ആൾക്കാർ, UK-യിലാണെങ്കിൽ ഇപ്പം റാഗ് ഹോംസിൽ താമസിച്ചിരുന്നവര്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരിൽ some students as well as some professors in the universities started working with them. They tried in different ways to help them to help them to stand on their own feet or help them to gain education and things like that. Slowly that actually developed into a profession like social work. Now what we understood from നിങ്ങളിപ്പോ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് നോക്കി അറിയാം. എനിക്ക് ഞാൻ പഠിച്ചിരുന്ന സമയത്തൊക്കെ I completed MSW in 1999. ആ സമയത്തൊക്കെ ഈ നമ്മള് സോഷ്യൽ വർക്കിനെ പറ്റി അന്വേഷിച്ചാൽ you would have got very less. Yes. Yes. Ma'am, you can continue. You would have got, That was, you would have got very less information. But nowadays, if you just check in Google, there's a lot of information coming up on social work. Now it is considered as a respected profession in different parts of the world, because over the years, people have found out that, like, if you look at the health setting, ഡോക്ടേഴ്സ് മാത്രം അല്ലെങ്കിൽ നഴ്സസ് മാത്രം വർക്ക് ചെയ്താൽ കാര്യങ്ങൾ നീങ്ങത്തില്ല എന്നുള്ളത് people have slowly understood. If you look at development projects, architects അല്ലെങ്കിൽ engineers മാത്രം വർക്ക് ചെയ്താൽ പോരാ എന്നുള്ളത്, because you suppose if the metro rail comes, അതിന് വർക്ക് ചെയ്യുന്ന ടീമും അതിന് വേണ്ടിയുള്ള ടെക്നിക്കൽ ആൾക്കാർ മാത്രം പോരാ എന്നുള്ളത് നമ്മള് in the political circle also now they have come to understand, because we are basically dealing with people. People are being displaced, people are being hurt, people are being affected. So there we need to have people who could deal with such issues. അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു പ്രൊഫഷൻ ഡെവലപ്പ് ചെയ്തതും. ഇനി നമ്മൾ what do you learn actually in social work?
നമ്മുടെ knowledge base എന്ന് പറയുന്നത് I can divide it into 3 or 4 parts. One is the core domain. Core domain നമ്മൾ ഉദ്ദേശിക്കുന്നത് what are the methods in which we can work with people who are having, or individuals who are having issues. Or suppose if you are getting a group of people who are having issues, how do you deal with them? Or if you get a community, a whole community, ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ കിട്ടിയാൽ, how do you deal with them? How do you deal with community issues? How do you deal with people's participation? How do you ensure grassroots level development? ഇങ്ങനെ ഇഷ്ടംപോലെ പല രീതിയിൽ നമുക്ക് ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ആണ്. So there are certain basic papers in social work which basically deals with how do you practice social work with different kinds of clientele. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടന്റ് ഡൊമൈൻ ആണ് ഡൊമൈൻ ഓഫ് നോളജ് ആണ്. ഇന്റർഡിസിപ്ലിനറി ഡൊമൈൻ I termed it as interdisciplinary domain. Interdisciplinary ഉദ്ദേശിക്കുന്നത് we use a lot of information from other disciplines. Like we use a lot of sociology knowledge. We use a lot of information from economics, statistics, data management, psychology. So all these disciplinary knowledge we use for practicing social work, for better social work. So ഈ പറഞ്ഞ ഡിസിപ്ലിൻസ് എല്ലാം നമ്മളുടെ ഈ സോഷ്യൽ വർക്ക് MSW കരിക്കുലത്തിൽ വന്നു പോകുന്നുണ്ട്. As well as 2 more things. One is there is the technical and communication domain. Technical skills, like I told you about data management. While you work with people, you need to manage data. അതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കൽ സ്കിൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ സ്കിൽസ്, IT skills. You cannot avoid such kind of things in your learning nowadays. So അങ്ങനത്തെ technical aspects are there, as well as communication. Communication, both written and verbal communication, are very important as far as social work is concerned, because since you're dealing with people, since there's a lot of documenting part coming in social work. Now coming to the skill set, what a social worker is supposed to have, what kind of skills? There are a lot of skills, but I've just grouped into 4 categories. One is the people skills, like the skills in dealing with people. It includes communication, it includes negotiation, it includes the different aspects of soft skills, right? The second category of skills is the assessment skills. Assessment എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ പറയുന്നതൊക്കെ സത്യമാണെന്നൊരു നിർബന്ധവുമില്ല. We need to know what actually happens in people, how a problem originates in a person, what contributes to that particular problem, what happened, what are the consequences of that particular problem. അങ്ങനെ assess ചെയ്യാനുള്ള ഒരു ability a social worker should have. So we are not going by whatever people tell us, but we use a lot of other information as well as our own skills in assessing what the person or the group or the community needs. Problem solving skills. So നമ്മൾ സാധാരണ സോഷ്യൽ വർക്കിനെ പറ്റി പറയുന്നവരാണ്, it's a helping profession. We help people to help themselves. So basically it's a problem solving profession. So when people come to you, when you see a community in crisis, you need to know how to help people in solving the issue. It doesn't mean that you have to solve every issue. ആൾക്കാരുടെ കൂടെ നിന്ന് ആൾക്കാരുടെ പാർട്ടിസിപ്പേഷനോടെ നമ്മൾ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. So that again requires a lot of critical thinking and problem solving skills, which is very important. And the last category of skills is the documenting skills. So in social work, we give a lot of importance to documenting, report writing or reflecting. അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട്. These are very important. കാരണം നമ്മൾ ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യുമ്പം, നമ്മൾ പ്രശ്നങ്ങളുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പം, reflection is a very important thing. At the same time, you need to document it down so that it can be a reference later. It can be helpful for yourself. Now, I told you social work is a profession. We consider social work as a profession. We do have professional bodies. Western countries, if you take UK, USA, Australia, New Zealand, or any of the developed countries, they have clear-cut professional bodies
for giving license, for giving permission to work as a social worker there. Unless you have membership in those professional bodies, you cannot work as a social worker. അങ്ങനത്തെ ഒരു ജസ്റ്റ് ലൈക്ക് ആർ മെഡിക്കൽ നമ്മുടെ ഇവിടെ നഴ്സുമാരും എന്താണ് ഡോക്ടേഴ്സും ഒക്കെ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ദിസ് ഇസ് കൺസിഡർഡ് ആസ് എ പ്രൊഫഷൻ ആൻഡ് ദേ നീഡ് ലൈസൻസിങ്. ലൈസൻസിങ് ആസ് സച്ച് ഇസ് റിക്വയർഡ് ഇൻ US. മറ്റുള്ള സ്ഥലങ്ങളിൽ they need to have membership in their professional bodies. മെമ്പർഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് ഇസ് എ ലോങ് പ്രോസസ്. അപ്പം നമ്മളുടെ ക്വാളിഫിക്കേഷൻസും നമ്മുടെ വർക്ക് എക്സ്പീരിയൻസും ഒക്കെ നോക്കിയിട്ടാണ് you will be getting membership. In the Indian context, we also do have professional bodies. നമുക്ക് കേരളത്തിലാണെങ്കിൽ നമ്മൾ we have Kerala Association of Professional Social Workers, Association of Schools of Social Work in Kerala. National level, national network is there. Professional Social Workers Network is there. Different associations are there, but not regulatory bodies ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന പ്രൊഫഷണൽ ബോഡീസ് അല്ല നമുക്കുള്ളത്. Currently, there's a bill is there in the the Parliament asking for having a professional body for social work also. നമ്മുടെ new education policy അനുസരിച്ചും we are more likely to have a regulatory body with stipulating conditions for working as a professional. So അത് എത്രയും പെട്ടെന്ന് ഇന്ത്യയിലും ആപ്ലിക്കബിൾ ആവും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. Now, when you look at social work, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിൽ പല ആൾക്കാരും എന്താണ്, ഞാൻ പണ്ടൊരു പ്രാവശ്യം MSW ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ നമ്മൾ ഇനീഷ്യൽ എന്താണ് ഐസ് ബ്രേക്കിങ്ങിനെ പരിചയപ്പെടുമ്പോൾ I was simply asked them about why do you choose social work, MSW? So one student got up and said, quit India. അപ്പൊ ആ കുട്ടിക്ക് അത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞ പോലെ പല ആൾക്കാരും സോഷ്യൽ വർക്ക് MSW എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കാനുള്ള ഒരു മാർഗം, ഇന്ത്യക്ക് പുറത്ത് പോകാനുള്ള ഒരു മാർഗം എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ഗ്ലോബൽ കരിയർ because social work is listed as a recognized profession is in many of the countries, in all continents, and it is listed in the skilled labor category for overseas migration. That means it's basically considered as a profession. Skilled labor nathu varanamengil angane vannale adu pattathullu. So that is being listed as a skilled labor. Next slide, please. Now, coming to the relevance of the MSW program, നമ്മൾ relevance എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. One is why some profession is relevant. നമ്മൾ പറയല്ലോ ഒരു ഡോക്ടറായിട്ടിരിക്കണമെങ്കിൽ രോഗികൾ ഉണ്ടാവണം, രോഗികളില്ലെങ്കിൽ ഡോക്ടറുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ we have two categories of areas which actually lead to the relevance of social work today. One is the problems, as usual. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ we have a lot of problems for which we do not have answer, for which we do not have enough professionals to deal with. പ്രോബ്ലംസിന്റെ കുറച്ച് ഏരിയാസ് ഞാൻ ഇവിടെ സൈറ്റ് ചെയ്തിട്ടുണ്ട്. This is not the exclusive list of problems. We have a lot of issues where interventions are required. For example, development projects. A lot of development projects are happening in different parts of the country, in different parts of the world, so to say. Development projects എന്ന് പറയുമ്പോൾ it is also associated with displacement. It is also associated with a lot of other issues, slum development. Development വരുന്നതനുസരിച്ച് തന്നെ there are a lot of issues associated with that. There are a lot of consequences. ആ കോൺസിക്വൻസസ് ഒക്കെ നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഏരിയസ് ആണ്. സോഷ്യൽ വർക്കേഴ്സ് ഡു ഹാവ് എ സ്പെഷ്യൽ റോൾ ഇൻ ഡീലിംഗ് വിത്ത് സച്ച് ഇഷ്യൂസ്. ഡിസാസ്റ്റേഴ്സ്, ഫ്ലഡ്സ് നമുക്കറിയാലോ. ഇപ്പം ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ബിക്കം ഇൻ ദ ഓർഡർ ഓഫ് ദ ഡേ. ഫ്ലാഷ് ഫ്ലഡ്സ്, അല്ലാത്ത ഫ്ലഡ്സ്, സൈക്ലോൺസ്, ഹറിക്കെയിൻസ്, നമുക്കില്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെ. Natural disasters as well as man-made disasters, many sort of disasters are becoming very regular in our life. That means people who are affected, വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞാൽ, ഞാൻ സിമ്പിൾ ഞാൻ the word simple എന്ന് ഉദ്ദേശിച്ചത്, നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഡയറക്ട്ലി അഫക്റ്റഡ് ആയി ജീവൻ പോയി, ഉറ്റവര് പോയി, പീപ്പിൾ ഡീലിംഗ് വിത്ത് ലോസ്, അതാണ് ഒരു ഇഷ്യൂ ആയിട്ട് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത്.
loss മാത്രമല്ല, it has got a lot of psychosocial consequences in people. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, when the tsunami hit earlier, നമ്മുടെ കേരളത്തിലൊക്കെ ഹിറ്റ് ചെയ്ത് നിങ്ങൾക്കറിയാലോ, സുനാമി ഹിറ്റ് ചെയ്ത സമയത്ത് we were having a rural camp with my own students in ആറാട്ടുപുഴ. ആറാട്ടുപുഴ എന്ന് പറഞ്ഞ ഏരിയയിൽ, it was one of the prominent areas hit in the state of Kerala. ആറാട്ടുപുഴയിൽ we spent about 2 weeks. അപ്പോൾ നമ്മളവിടെ സ്പെൻഡ് ചെയ്ത സമയത്ത് the one thing which we could find among the victims was the children, the kind of effects on children. കുട്ടികളെ സംബന്ധിച്ച് they were playing there. അവരുടെ വീടുകളൊക്കെ പോയി, അത് that was not affecting them. അവരെ സംബന്ധിച്ച് അത് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ അവരെ സംബന്ധിച്ച് the major issue we found was they were having nightmares. രാത്രിയിൽ അവർക്ക് കിടക്കുമ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ല, അവരുടെ വീടുകളിലേക്ക് അവർക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല, because they are fearful about sleeping there. ഈ കടൽ നമ്മള് കോസ്റ്റൽ ഏരിയയിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഈ കുട്ടികൾ കടലിൽ ജനിച്ചു വളർന്ന പിള്ളേരാണ്. they are always on the shore, always with the waves. പക്ഷേ ഈ കുട്ടികൾ സുനാമി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ പിന്നെ they were finding it very difficult to go near the water. They were having some kind of panic attacks when they see water coming in. What I was trying to say is that disaster is not just what we physically see. There are a lot of psychosocial consequences that are associated with disasters, where we do have a special role to play. Pandemics. ഞാനത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നമ്മൾ we are already in the field of, in the area of the wave, the second wave of a pandemic. Pandemic മാത്രമല്ല, public health issues. പല തരത്തിലുള്ള public health issues are there. Public health, there are a lot of areas in which social workers can play a good role. It's not only giving awareness or giving education. അതിനുപരിയായിട്ട് പല തരത്തിലുള്ള coordination is there. നമ്മുടെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ മിഷനകത്ത് there are a lot of social workers working, and they themselves are finding it too hard. They are having a lot of work. So അപ്പൊ അത് നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതിലും അധികം ജോലികൾ പബ്ലിക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പബ്ലിക് ഹെൽത്ത് ഇസ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്. Mental health issues, I need not tell you, because we are hearing a lot about depression, a lot about other issues. Due to several reasons, പല തരത്തിലുള്ള mental disorders, mental issues are being reported. പലതും reported ആവാതെ പോകുന്ന കാര്യങ്ങളുണ്ട്. People keep it to themselves. പിന്നെ ഏതെങ്കിലും ഒക്കെ എന്താണ് സൂയിസൈഡിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ഇഷ്യൂലൊക്കെ വരുമ്പോഴാണ് we come to know that they were having severe mental health issue. Mental health issuesൽ ഒരു പ്രിവെന്റീവ്, കറക്റ്റീവ്, rehabilitative areasൽ there are a lot of opportunities in helping people who are going through crisis. Mental health issues എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ചൈൽഡ് ഇഷ്യൂസ് നീഡ് സ്പെഷ്യൽ മെൻഷൻ. നിങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ പത്രങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ പലതരത്തിലുള്ള എക്സ്പേർട്സിന്റെ കോളംസ് ഒക്കെ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ you would have come to know. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലയളവിൽ children spent a lot of time in front of screen, in front of mobile, in front of TV, in front of many other gadgets. അതിൻ്റെതായിട്ടുള്ള ഇഷ്യൂസ്, ഇഷ്ടംപോലെ ഇഷ്യൂസ് ആർ സീൻ among children. പലതരത്തിലുള്ള ഇഷ്യൂസ് that is there. Plus we do hear a lot about, നമ്മുടെ ന്യൂസിൽ എല്ലാ ദിവസവും കേൾക്കുന്ന കാര്യമാണ് abuses, educational issues. So there are a lot of issues. I am not numbering every issue. Women issues, family. Women അർത്ഥം I need not tell you, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പലതരത്തിലുള്ള പ്രോബ്ലംസ് women are facing. പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ തന്നെ ഈ എന്താ പറയുന്നത്, വീടുകളിൽ വെറുതെ ഇരുന്ന് മുഷിയുന്ന വിമനുണ്ട്, ഒന്നും സ്കിൽസ് യൂസ് ചെയ്യാതിരിക്കുന്ന വിമനുണ്ട്, ഡൊമസ്റ്റിക് വയലൻസ് നിരന്തരം ഫേസ് ചെയ്യുന്ന വിമനുണ്ട്, ഒറ്റയ്ക്ക് ഫാമിലിയെ മുന്നോട്ട് നയിക്കുന്ന വിമനുണ്ട്, പബ്ലിക് പ്ലേസസിൽ ഹരാസ്മെന്റ് നേരിടുന്നവരുണ്ട്, ട്രാപ്പിൽ പെടുന്നവരുണ്ട്, ഓൺലൈൻ അബ്യൂസിൽ ഫേസ് ചെയ്യുന്നവരുണ്ട്. ലോട്ട് ഓഫ്
such kind of issues. Family, pandemic period lo oru emerging ആയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് families facing a lot of issues. വീടുകളിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാർ when they spend time together, കുറെയൊക്കെ ഫാമിലീസിൽ ഈ pandemic time was actually good for them to be together, spend time together. അവരുടെ ബോൺഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഫാമിലി കൊഹഷൻ, ഒരു വി ഫീലിംഗ് ഒക്കെ കൂട്ടാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. But at the same time, there are a lot of families who face severe issues when they were together during this pandemic period. പല തരത്തിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ഫാമിലീസ് ഉണ്ട്. ബ്രേക്കപ്പിന്റെ അറ്റത്ത് നിൽക്കുന്നവരും, ഡിവോഴ്സ് ഫേസ് ചെയ്യുന്നവരും, domestic violence ഉള്ള families, there are a lot of issues. Workplace issues. Workplace, again, you hear a lot about harassment in workplace, gender bias in workplace, women issues in workplace, and then pala tharathilulla issues. Workplace issues are also there. Employee welfare related to workplace. Pala sahacharyangallum we do think about the company and its profit, but never about employees. So what happens to the employee mental health? What happens to the employee well-being? Anganathe issues are there. Substance abuse. നമ്മുടെ നാട്ടില് നിങ്ങൾക്കറിയാലോ, ഞാനിതൊന്നും പറയേണ്ട കാര്യമില്ലാത്തതാണ്. We are on top. Along with education and other good health indices, we are on top with regard to suicides, with regard to drug abuse, alcohol consumption. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇഷ്ടം പോലെ ഇഷ്യൂസ് നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ ഇപ്പം എറണാകുളത്തൊക്കെ ആണെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ കൗൺസിലിംഗ് സെന്ററിൽ ദേ നോട്ട് ഏബിൾ ടു ഹാൻഡിൽ കേസസ്. അത്രയധികം കേസസ് ആർ കമ്മിങ് എവറി ഡേ. ഇൻ രാജഗിരി വി ഹാവ് an ODIC center specially dealing with drug abuse children, and we do come across a lot of children, very young children, who get into such issues. Migration, we do have migration is the order of the day. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ Kerala is one of the most important site for migration, where people come from other states. Not only Kerala, if you go to Delhi, if you go to all metros, migration is a very common phenomenon. And migration, if migration is there, that means services need to be there for helping them, as well as displacement. Yes. Coming to the needs, problems മാത്രമല്ല നമ്മുടെ സോഷ്യൽ വർക്കിനെ എന്താ സോഷ്യൽ വർക്കേഴ്സ് വേണം എന്ന് നമ്മൾ പറയാൻ കാരണം, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് പ്രോബ്ലംസ് ബട്ട് certain needs, recognition of certain needs which we consider very important nowadays. Global level തന്നെ nowadays we give lot of recognition for the needs of well-being and positive development. കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും അഡോളസൻസിന്റെ കാര്യത്തിലാണെങ്കിലും nowadays we speak a lot about well-being and positive development. ആൾക്കാര് നല്ല മാനസിക ആരോഗ്യമുള്ളവരായിട്ടിരിക്കുക, നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഹെൽത്തി ആയിട്ട് വളരുക എന്ന് പറയുന്നതിന് we give lot of importance. പണ്ട് നമ്മൾ അങ്ങനെയല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ജോലി മേടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു നമ്മൾ കൂടുതൽ എംഫസിസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ പറയുന്ന terminology start differing. We give more emphasis on the well-being of people, whether people are happy with themselves, whether people are satisfied with their own life. That is very important. And അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ഓരോ ഫീൽഡിലും it comes with a lot of opportunities to work. Sustainable development, along with well-being, one other globally emerging one important term is sustainable development. We do have നമ്മള് ലോകരാജ്യങ്ങൾ ഒന്നിച്ച് എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് sustainable development goals. They have set goals like that. 17 sustainable development goals എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കൺട്രീസിലും ഫണ്ടിങ്, project ഫണ്ടിങ്സിലൊക്കെ ഈ sustainable development has become a major concern. That means there are going to be a lot of projects, there are going to be a lot of vacancies for social workers. Entrepreneurship and empowerment. പണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ജോലിക്ക് കയറുക, നന്നായിട്ട് പഠിക്കുക, ജോലിക്ക് കയറുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു catch phrase. But nowadays people start giving more emphasis on having entrepreneurs,
as well as empowering people. സ്വന്തമായിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന, പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്നവരെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈവൻ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന രാജഗിരിയിൽ തന്നെ this year we have actually planned to identify students from among the MSW program. MSW ചെയ്യുന്ന കുട്ടികളിൽ തന്നെ ഓണ്ടർപ്രണർഷിപ്പിന് താല്പര്യമുള്ള, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ സ്പെഷ്യലി കണ്ടെടുത്ത് അവരെ ട്രെയിൻ ചെയ്യാൻ ഉള്ള ഒരു പാക്കേജ് നമ്മൾ റെഡിയാക്കുകയാണ്. This is what happens in many parts of the world. മിക്ക യൂണിവേഴ്സിറ്റീസിലും they have startup cells within the college. അപ്പൊ അങ്ങനത്തെ ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരുന്ന, സ്വന്തമായിട്ട് കമ്പനികൾ തുടങ്ങുന്ന, സ്വന്തമായിട്ട് എന്റർപ്രൈസസ് തുടങ്ങുന്ന ആൾക്കാരിലേക്ക് കൂടുതൽ അറ്റൻഷൻ is coming. That means you've got again social entrepreneurs and all opportunities are coming up. Avarkulla trainings, avarkulla empowerment. There are a lot of areas where you can contribute. Conflict resolution and peace building. This is again another area which is gaining a lot of importance during these days. We do have a lot of issues with regard to the differences. But differences il ninnum engane ഐക്യത്തിലേക്ക് വരാം എന്നുള്ളത് കൺട്രി വൈഡ് ഓരോ ഏരിയയിലും നമ്മൾ will be looking at these kind of areas. Yeah, then next slide. Now coming to the scope of MSW program in India, a slide click ചെയ്യാമോ? Yeah, ഇന്ത്യയില് നമ്മള് അത് മൊത്തം ക്ലിക്ക് ചെയ്തേക്കാമോ? Coming to the career opportunities for social workers in India, നമ്മൾ പ്രധാനമായിട്ടും 5 ഏരിയസിലാണ് കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി നമ്മൾ പറയാറുള്ളത്. One is with regard to NGOs, non-governmental organizations. There are a lot of NGOs working in India who are specialized in different areas. പല തരത്തിലുള്ള പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന NGOs ഉണ്ട്. അവിടെയൊക്കെയും the major part of the staff includes social workers. Whichever NGOs you take, state level NGO എടുത്താലും international NGOs for working in India, there are a lot of international NGOs working in India. അവിടെയൊക്കെ social workers form a major chunk of the employees. Government sector. ഗവൺമെന്റ് സെക്ടറിൽ 2 രീതിയിൽ ഉള്ള ജോലികളാണ് നമ്മൾ സാധാരണ കാണുന്നത്. ഒന്ന് ഗവൺമെന്റ് ജോബ്സ് ആസ് സച്ച്. For example, probationary officers, child Department of Social Justice ആയിട്ട് ബന്ധപ്പെട്ട് there are several job opportunities for social workers. It's not exclusively for social workers. മറ്റ് ഡിസിപ്ലിൻസിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ ജനറലി സോഷ്യൽ വർക്കേഴ്സ് ആണ്, MSWക്കാരാണ് പൊതുവെ പ്ലേസ്ഡ് ആവുന്നത്. പ്രൊബേഷണറി ഓഫീസേഴ്സ് ആയിട്ട് വരുന്നവരുണ്ട്, CDPO ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഓഫീസേഴ്സ് ആയിട്ട് വരുന്നവരുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസിന്റെ കീഴിൽ തന്നെ ചിൽഡ്രന് വേണ്ടിയുള്ള സെക്ഷനിൽ, വെദർ ഇറ്റ്സ് ഫോസ്റ്റർ കെയർ, വെദർ ഇറ്റ്സ് അഡോപ്ഷൻ, അങ്ങനത്തെ ഏജൻസി, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏജൻസികളിലെല്ലാം there are clear cut post for social workers. ഇപ്പം ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് തന്നെ പല തരത്തിലുള്ള പോസ്റ്റുകളുണ്ട്. പ്രോഗ്രാം മാനേജേഴ്സ്, പ്രോഗ്രാം ഓഫീസേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സെക്ഷനിലും പോസ്റ്റുകൾ, there are post available for social workers. ഗവൺമെന്റ് സെക്ടറിൽ അങ്ങനത്തെ ഒരു പോസിബിലിറ്റീസ് there. Together with that, ഇപ്പൊ നമ്മൾ ശ്രീചിത്ര ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ എടുക്കുകയാണെങ്കിൽ they have special post for psychiatric social workers as well as medical social workers. അപ്പൊ അങ്ങനത്തെ പോസ്റ്റുകളൊക്കെ ഇപ്പം നിലവിലുണ്ട്. ഗവൺമെന്റ് സെക്ടറിൽ അങ്ങനത്തെ, if you go to children's homes counselors ആയിട്ട് we have got several children's homes in different parts of the state. അവിടെയൊക്കെ social workers ആണ് generally, they are getting placed as counselors. ഗവൺമെന്റ് സ്കൂൾസിൽ നിങ്ങൾക്ക് അറിയാലോ, ഈ സ്കൂൾ സെറ്റിംഗിൽ കൗൺസിലേഴ്സ് ഇപ്പം നിർബന്ധമായിട്ട് വരുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. as well as in private schools, both government and private schools. അപ്പൊ അത് പിന്നെ അതും ഒരു ഏരിയ, ഒരു പോസിബിൾ ഏരിയയാണ്. അതോടൊപ്പം തന്നെയുള്ള മറ്റ് രണ്ടാമത്തെ സെക്ടർ ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് പ്രോജക്ട്സ്, ഗവൺമെന്റ് പ്രോജക്ട്സ്. There are a lot of government projects where you can get a job. പല തരത്തിലുള്ള ഗവൺമെന്റ് പ്രോജക്ട്സ് ഉണ്ട്. അതായത് to tell you the example, like കാവൽ പ്രോജക്ട്, ODIC, അങ്ങനെ പറയുന്ന പല തരത്തിലുള്ള ഗവൺമെന്റ് പ്രോജക്ട്സ് are there. Kudumbashree is basically a poverty eradication mission of the government.
But there, കുടുംബശ്രീയിൽ എനിക്ക് ഇഷ്ടംപോലെ പോസ്റ്റുകൾ സോഷ്യൽ വർക്കേഴ്സ് ആണ് ഹോൾഡ് ചെയ്യുന്നത്. ജെൻഡർ കോർഡിനേറ്റർ, പ്രോഗ്രാം ഓഫീസേഴ്സ്, പ്രോഗ്രാം മാനേജേഴ്സ്, കുടുംബശ്രീ തന്നെ പലതരത്തിലുള്ള എന്താണ് സോഷ്യൽ പലതരത്തിലുള്ള പോസ്റ്റുകളുണ്ട്. നിങ്ങൾ കുടുംബശ്രീയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ അറിയാം. അതെല്ലാം സോഷ്യൽ വർക്കേഴ്സ് ആണ് ജനറലി ദേ ടുക്ക് അപ്പ് ദ പോസ്റ്റ്. കോർപ്പറേറ്റ് സെക്ടറിൽ നിങ്ങൾക്കറിയാം CSR ഹാസ് ബിക്കം മാൻഡേറ്ററി ഫോർ ദ കോർപ്പറേറ്റ് സെക്ടർ. കോർപ്പറേറ്റ് സെക്ടറിൽ അതുകൊണ്ട് തന്നെ we do have a lot of opportunities in CSR projects as people who coordinate such projects. Welfare officers ആയിട്ടും ഒക്കെ ഉള്ള പോസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. And it is well paid also. കോർപ്പറേറ്റ് സെക്ടറിലെ നല്ല പോസ്റ്റുകളുമാണ്, വെൽ പെയ്ഡുമാണ്. ആൻഡ് ഒരു കോർപ്പറേറ്റ് സെക്ടറിൻ്റെതായിട്ടുള്ള പ്രിവിലേജസ് യു ഹാവ് ഓൾസോ. ടീച്ചിങ് nowadays നമുക്കറിയാലോ, സോഷ്യൽ വർക്ക് MSW BSW പ്രോഗ്രാംസ് ഇഷ്ടം പോലെ കോളേജസിലുണ്ട്. ടീച്ചിങ് can be considered as a good option for those who want to pursue learning, further teaching and learning. അപ്പൊ അങ്ങനത്തെ ഒരു possibilities are there. Entrepreneurship, I told you early, സ്വന്തമായിട്ട് ഇതൊന്നും അല്ലാതെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്കും there are a lot of government projects available. സ്വന്തമായിട്ട് NGO ഫോം ചെയ്ത് you can start activities, you can start having your own programs, having fun, you can ask for funding. അങ്ങനത്തെ possibilities are there. ഇനി ഇത് കൂടാതെ മറ്റ് നമ്മൾ ഒരു സ്പെഷ്യൽ കാറ്റഗറീസ് ആയിട്ട് ഞാൻ വെറുതെ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. എഡ്യൂക്കേഷൻ സെറ്റിംഗ്സ് ഐ ഹാവ് ഓൾറെഡി ടോൾഡ് യു. Not only schools, colleges are also having counselors. Hospitals-ലും rehabilitation settings-ലും ഒക്കെ job possibilities are there. Elder care, ഇപ്പം നമ്മുടെ നാട്ടില് അത് it is an emerging sector where old ആയിട്ടുള്ള ആൾക്കാരെ, പ്രായമായിട്ടുള്ള ആൾക്കാരെ കെയർ ചെയ്യാനുള്ള ഹോമുകളും കെയർ ചെയ്യാനുള്ള സെറ്റിംഗ്സും ഒക്കെ പല പുതിയ ഏജൻസീസും കമ്മിങ് അപ്പ് വിത്ത് ലോട്ട് ഓഫ് ന്യൂ കൈൻഡ് ഓഫ് സർവീസസ്. അപ്പൊ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന സോഷ്യൽ വർക്കേഴ്സ് തന്നെയാണ്. ഡിസബിലിറ്റിയിൽ നമുക്ക് പറയാവുന്ന ഇതാണ് ലോട്ട് ഓഫ് ഏരിയസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ കാറ്റഗറി. ഓട്ടിസം വന്നിട്ടുള്ള ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് വന്നിട്ടുള്ള പിള്ളേരുണ്ട്. ഓട്ടിസം അല്ലെങ്കിൽ സെറിബ്രൽ പാൾസി, മെന്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾ, അതർ സോർട്സ് ഓഫ് ഡിസബിലിറ്റീസ്. അപ്പൊ അതൊരു ഇറ്റ്സ് എ വാസ്റ്റ് ഏരിയ. പക്ഷെ മറ്റ് അൺലൈക്ക് ഞാൻ ഈ പറഞ്ഞ അത്രയും പോസ്റ്റുകൾ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, എങ്കിലും ഇറ്റ്സ് an area where social workers can work well. Yes, research assistant എന്ന് പറഞ്ഞിട്ട് തന്നെ ഇഷ്ടംപോലെ പോസ്റ്റുകൾ are there available for social workers. കാരണം research, our central government is giving a lot of importance for research now. അപ്പൊ അതുകൊണ്ട് തന്നെ research assistant post is so much of such kind of posts are coming up for social workers. Can you go to the next please? When you look at the kind of jobs you get abroad, നമ്മള് പുറത്തുള്ള കൺട്രീസിന്റെ നോക്കുവാണെങ്കിൽ നമ്മൾ സാധാരണ പറയും, ഇപ്പം നമ്മുടെ മെഡിക്കൽ സൈക്യാട്രി എന്നൊക്കെ പറയുന്നതിന്റെ ഒരു കാരണം അവിടുത്തെ പബ്ലിക് ഹെൽത്ത് സെറ്റിംഗ്സിൽ അല്ലെങ്കിൽ സൈക്യാട്രിക് സെറ്റിംഗ്സിൽ യു ഗെറ്റ് പെയ്ഡ് വെൽ. അത് അങ്ങനെ മാത്രമല്ല ഈ ഇന്ത്യയിൽ നിന്ന് പോകുന്നവർക്ക് ജനറലി വാട്ട് ഐ ഹാവ് സീൻ ഇൻ മൈ ഓൺ എക്സ്പീരിയൻസസ്, the three most areas where people get most of the jobs are child services, community work and elder care. നമ്മളിവിടെ നിന്ന് പോകുന്ന ആൾക്കാർ മിക്കവാറും വരും. And among that, child services has got in many parts of the world, child services എന്ന് പറയുന്നത് it's becoming much more prominent sector than health sector nowadays. കാരണം child issues are becoming very common everywhere, not only in India, in every part of the world. അതുകൊണ്ട് തന്നെ child protection specialist, child service agencies are very common, and you are more likely to get a job in that particular sector. Community work including work with aboriginals, idum oru ഏറ്റവും sought out area of job opportunity ആണ് when you look at jobs abroad. And I told you elder care, there are a lot of agencies working with the care of elderly, terminally ill, അങ്ങനത്തെ ആൾക്കാരായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള job opportunities are there. Yes. Now coming to my last slide, I think I'm exceeding my time, so I'll quickly wind up. Now, what about becoming a social worker?
ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളിൽ പല ആൾക്കാരും പല ഉദ്ദേശങ്ങളോടെ MSW എടുക്കുന്നവരാണ്. ഇനി ഏത് ഉദ്ദേശത്തോടെ എടുത്താലും social work is basically a helping profession. That means നമ്മൾ പറയത്തില്ലേ, if you choose social work as a career, you have to put in your whole heart into it. കാരണം നമ്മുടെ ഒരു ചെറിയ പിഴവ്, just like a doctor or a nurse who works, നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയ കാര്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ആ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ ഒന്നെങ്കിൽ ഒരാളുടെ ലൈഫിൽ നന്മ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് നന്മയെ നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അപ്പം മനുഷ്യന് നന്മ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദിസ് ഇസ് എ വെരി ഗുഡ് പ്രൊഫഷൻ. പലതരത്തിലുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, പല രീതിയിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഈസിലി നമുക്ക് പറ്റുന്ന ഒരു ജോലിയാണ് സോഷ്യൽ വർക്ക്. So if you're really committed, if you have such kind of a thinking in your mind, this is a very good choice. ഇനി ഞാൻ ഞങ്ങളുടെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയാറുള്ള കാര്യമാണ്, സോഷ്യൽ വർക്ക് നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു കോഴ്സ് കഴിയുമ്പം യു ഗെറ്റ് lot of experiences in your life. Even if you're not going to be a social worker, നിങ്ങൾ നല്ല മനുഷ്യനാവാൻ നിങ്ങളെ സഹായിക്കുന്ന ധാരാളം എക്സ്പീരിയൻസസ്, ധാരാളം ഓപ്പർച്യൂണിറ്റീസ് you will get as part of this program. You will be meeting lot of people, lot of disadvantaged people. You will be working with different sorts of people. അപ്പൊ അവിടെയൊക്കെ നമ്മൾ കണ്ടെത്തുന്ന ഈ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ, നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യരൊക്കെ നമ്മളെ നല്ല മനുഷ്യരാക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. അപ്പം നിങ്ങൾ നല്ല മനസ്സിട്ടാൽ, നിങ്ങൾ നിങ്ങളുടെ ഫുൾ ഡെഡിക്കേഷൻ നിങ്ങളുടെ ജോലിയിൽ ഇട്ടാൽ, ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി ഫ്രൂട്ട്ഫുൾ. ഞാൻ തന്നെ എൻ്റെ ആദ്യത്തെ ജോലി, ഐ വാസ് വർക്കിംഗ് വിത്ത് ഡെസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ കൊച്ചിൻ കോർപ്പറേഷൻ. അപ്പൊ അവിടെ ഞാൻ ആഫ്റ്റർ വർക്കിംഗ് ദെയർ ആഫ്റ്റർ സെവറൽ ഇയേഴ്സ്, എനിക്ക് തോന്നുന്നൊരു 7 to 8 years afterwards, when I came back to Rajagiri as a academician, ഞാൻ അവിടെ പഴയ സ്ഥലത്ത് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പോയി. അവിടെ വെറുതെ ഞാൻ വിചാരിച്ചു nobody will recognize me because most of them were mentally ill people. But what I found was that as I just opened the gate, they started running towards me and they hugged me. എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും മറക്കാതിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണത്. കാരണം നമ്മൾ നല്ല മനസ്സോടെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന ഒരു ചിന്തയോടെ നമ്മൾ വർക്ക് ചെയ്യുമ്പം you are actually being blessed by all of them who are being helped. എനിക്ക് ഇതുപോലെ പല എക്സ്പീരിയൻസുകളും ഉണ്ട്, പല തരത്തിലുള്ള ആൾക്കാരായിട്ട് വർക്ക് ചെയ്ത്. അതൊക്കെ എന്നെ ഈ സോഷ്യൽ വർക്കിലേക്ക് കൂടുതൽ അടുപ്പിച്ചിട്ടേ ഉള്ളൂ. യു ആർ ഡൂയിങ് സംതിങ് ഗുഡ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ചിന്ത മനസ്സിൽ വെക്കുക. അപ്പൊ ഗോൾസ്, നമ്മുടെ ഗോൾസ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം. അത് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ജോലി കിട്ടാൻ വേണ്ടി, കാശ് ഉണ്ടാക്കാൻ വേണ്ടി സോഷ്യൽ വർക്ക് എടുക്കുക എന്ന് പറയുന്നത്, അത് വേറെ ഏത് ജോലിക്കും നിങ്ങൾക്ക് അത് നോക്കാവുന്ന കാര്യമാണ്. സോഷ്യൽ വർക്കിനെ എടുക്കണമെന്നില്ല. പിന്നെ നിങ്ങളുടെ വർക്ക് വാല്യൂസ്, നിങ്ങൾ എന്താണ് എൻജോയ് ചെയ്യുന്നത് അറ്റ് യുവർ വർക്ക് പ്ലേസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നിങ്ങൾ സോഷ്യൽ വർക്ക് ചൂസ് ചെയ്യുമ്പം സച്ച് കൈൻഡ് ഓഫ് തിങ്സ് ഷുഡ് ബി ഇൻ യുവർ മൈൻഡ്. ഡു യു എൻജോയ് ബീങ് വിത്ത് പീപ്പിൾ? ഡു യു എൻജോയ് ഇന്ററാക്ടിങ് വിത്ത് പീപ്പിൾ? അങ്ങനൊന്നും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഒരു ജോലിയിലേക്ക് പോകാതിരിക്കുന്ന നല്ലത്. അപ്പൊ നമ്മുടെ വർക്ക് വാല്യൂസ്, വോട്ട് യു ഗിവ് മോർ വാല്യൂ ഇൻ യുവർ വർക്ക്? Do you give more value to money? Do you give more value to status? Do you give more value to fame? അതനുസരിച്ച് നിങ്ങളുടെ ഈ വർക്ക് വാല്യൂസ് ആക്ച്വലി മാറ്റേഴ്സ്. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നത് ഈ വർക്ക് വാല്യൂസുമായിട്ട് ചേർന്ന് പോകുന്ന ജോലിയാണെങ്കിലാണ് നമുക്കത് സാറ്റിസ്ഫൈങ് ആവുള്ളൂ. That again need to be considered as very important. Now, while you are pursuing an MSW program, so I was telling you about whether the things you should be noting while choosing social work as a career. Now, while you pursue an MSW program, അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറെ അധികം കാര്യങ്ങളുണ്ട്. നമുക്ക് കിട്ടുന്ന ഫീൽഡ് എക്സ്പീരിയൻസുകൾ അതിന്റെ മാക്സിമം യൂസ് ചെയ്യുക. ഗെറ്റ് ഇൻവോൾവ്. നിങ്ങൾക്ക് ഈ കോളേജിന്റെ ഭാഗമായിട്ട്, കോഴ്സിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നോ അതിലൊക്കെ ഇൻവോൾവ് ചെയ്യുക. കാരണം സിൻസ് വി ആർ ഡീലിംഗ് വിത്ത് പീപ്പിൾ, ഗെറ്റിംഗ് ഇൻവോൾവ് ഇൻ activities, getting involved with people is one basic thing which will help you to be better. People skills ന്റെ കാര്യത്തിലും അസസ്മെന്റ് കാര്യത്തിൽ, ഈ പറഞ്ഞ സ്കിൽസിന്റെ ഒക്കെ കാര്യത്തിൽ നമ്മളെ ബെറ്റർ ആവാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ആസ് വെൽ ആസ് ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു സപ്ലിമെന്ററി ലേണിംഗ്. മീനിങ് നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പൊ there are lot of resources available. അപ്പൊ അതിന്റെ കൂടെ തന്നെ അതിനെ സപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ അഡീഷണൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ പറ്റും. There are free courses available.
അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുക, അതിലൂടെ ആഡ് ചെയ്യുക. So altogether, it will become more good for you when you go for an interview. At the work front, while you start working as a social worker, the work experiences actually matters. After doing MSW, what kind of work experience you choose? ഏത് രീതിയിലുള്ള വർക്ക് ആണെന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അതനുസരിച്ചാണ് നിങ്ങളുടെ അടുത്ത ജോലി വരുന്നത്. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസസ് ആക്ച്വലി മാറ്റേഴ്സ്. അപ്പൊ ആ രീതിയിൽ നമ്മളത് നോക്കിയെടുക്കുക എന്നുള്ളത് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ എത്ര ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ, ഏജൻസീസുമായിട്ടുള്ള ബന്ധങ്ങൾ, ഉള്ള ബന്ധങ്ങൾ നിങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കുക. പുതിയ ആൾക്കാരെ പരിചയപ്പെടുക, പുതിയ ഏജൻസീസിനെ പരിചയപ്പെടുക. ബിക്കോസ് നെറ്റ്വർക്കിംഗ് ഹാസ് ഗോട്ട് എ ലോട്ട് ഓഫ് റോൾ ഇൻ ദി സോഷ്യൽ വർക്ക് ഫീൽഡ്. കണ്ടിന്യൂഡ് ലേണിംഗ്. നമ്മുടെ പഠനം ഇവിടെ കൊണ്ട് തീരുന്നില്ല. എവറി ഡേ വി ആർ ഓൾസോ ലേണിംഗ് എവറി ഡേ. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നു. സോ ദാറ്റ് വി വിൽ ബി മോർ റെലവെന്റ് ആസ് ടൈം പാസസ് ഓൺ. അപ്പൊ ആ ഒരു കാര്യം മറക്കാതിരിക്കുക. Now, there were a lot of queries during these days about the pandemic effect on MSW or choosing social work as a career, whether you will get enough field experiences, whether it will be worth doing. അങ്ങനെയുള്ള ചോദ്യങ്ങൾ പലരും ചോദിക്കാറുണ്ട്. As far as I understood from our own students, we had in the last year we had a lot of online activities for our students. ഞങ്ങൾക്ക് മനസ്സിലായിടത്തോളം അതൊരു നഷ്ടമല്ല. കാരണം you are actually getting trained for dealing people online also. So that is becoming a necessity during this time. അപ്പൊ അതൊരു നഷ്ടമായിട്ട് കണക്കാക്കേണ്ടതില്ല. നമ്മൾ ആ ഫീൽഡ് നേരിട്ട് ഉള്ള ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ഇല്ലാത്ത ഫീൽഡുകൾ നമ്മൾ പിന്നെ കോമ്പൻസേറ്റ് ചെയ്യും. യൂഷ്വലി എല്ലാ സ്കൂൾസും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ അതൊരു മേജർ കൺസേൺ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. സോഷ്യൽ വർക്ക് ആസ് സച്ച് is going to have a brighter future because there are a lot of opportunities emerging all over the world as well as in our country. So with this I conclude. Thank you. So thank you Naisal ma'am for all the points. അപ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ തന്നെ കുറെ കോളേജസ് ഉണ്ട് നമ്മുടെ സോഷ്യൽ വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കോളേജസ് ആൻഡ് സ്പെഷ്യലൈസേഷൻസ് വേണ്ടി മാത്രം അതും അതിന്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഒന്ന് നമുക്ക് പറഞ്ഞു തരാനായിട്ട് വി വെൽക്കം ജുമി. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ആദ്യം തന്നെ ഞാൻ നൈസൽ മാം എവിടെയാണ് സ്റ്റോപ്പ് ചെയ്ത് അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ലൈക്ക് ഈ സോഷ്യൽ വർക്ക് കോഴ്സ് എടുക്കുമ്പോൾ മെയിൻലി ജസ്റ്റ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ ഏരിയ. ഇപ്പം ഇതിനകത്ത് നമ്മൾ ഇനി കാണാൻ പോകുന്നത് സോഷ്യൽ വർക്ക് കോളേജസ്, പ്ലസ് കോളേജസ്, അതിന്റെ സ്പെഷ്യലൈസേഷൻസ്, ഇതാണ് നമ്മൾ ഇതിപ്പോൾ മെയിൻ ആയിട്ട് കാണാൻ പോകുന്നത്. ഇവിടെ റെഫറൻസ് വെച്ചിരിക്കുന്ന ഔട്ട്ലുക്ക് ഐകെയർ കോളേജ് റാങ്കിങ് 2020 അനുസരിച്ചാണ് ഇപ്പൊ നമ്മൾ ബെസ്റ്റ് കോളേജസ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ബിഫോർ മൂവിങ് ദാറ്റ് ജസ്റ്റ് ഒരു കാര്യം ജനറലി പറയാനുള്ളത്, സ്പെഷ്യലൈസേഷൻ ഇപ്പോൾ ഓൾറെഡി മാം പറഞ്ഞതുപോലെ ലൈക്ക് അത് വരുന്ന രീതിയിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. ബട്ട് നമ്മുടെ ലൈക്ക് സബ്ജക്ട് ചൂസ് ചെയ്യുമ്പോൾ മെയിൻലി വരുന്നത് ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, മെഡിക്കൽ ആൻഡ് സൈക്കാട്രി, ഫാമിലി ആൻഡ് ചൈൽഡ് കെയർ സെറ്റിംഗ്, അങ്ങനെ ഒരു 3 സ്പെഷ്യലൈസേഷൻ ആണ് മെയിൻലി എല്ലാ കോളേജസിലും കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. സോ സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യുമ്പോൾ ലൈക്ക് സ്കോപ്പ് ലൈക്ക് ടു സം എക്സ്റ്റെന്റ് വി ഹാവ് ടു കൺസിഡർ ദാറ്റ്. ഞാൻ കൺസിഡർ ചെയ്യണ്ട എന്ന് ഒരിക്കലും പറയില്ല, നമ്മൾ സ്കോപ്പ് കൺസിഡർ ചെയ്യണം. ബട്ട് മെയിൻലി ജസ്റ്റ് ആസ് ആൻ ഇൻഡിവിജ്വൽ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ഏരിയ ഏതാണെന്ന് മെയിൻലി നോക്കിയിട്ട് വേണം ജസ്റ്റ് ചൂസ് ചെയ്യാൻ. ഇപ്പം കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരാള് ലൈക്ക് സ്കോപ്പ് മെഡിക്കൽ ആൻഡ് സൈക്കാട്രി ആണ് എന്ന് പറഞ്ഞു പോയിട്ട് ചിലപ്പം അവർക്ക് പിന്നെ ഫ്യൂച്ചറിൽ അതിൽ അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. സോ ട്രൈ ടു ഐഡന്റിഫൈ യുവർ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ചൂസ് ദിസ് സ്പെഷ്യലൈസേഷൻ. സോ എനിക്ക് അധികം ഞാനിപ്പം ഇവിടെ നമ്മൾ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് പോകുന്നതേ ഉള്ളൂ ഏതൊക്കെയാണ് ബെസ്റ്റ് കോളേജസ് സ്പെഷ്യലൈസേഷൻസിനും. നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട്. സോ ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ്, ഏതെങ്കിലും സ്പെഷ്യലൈസേഷനെ പറ്റി ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ മെയിൽ ID സെൻഡ് ചെയ്താൽ മതി. വി വിൽ ഗോ ത്രൂ ദാറ്റ് ലേറ്റർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ, ഫസ്റ്റ് നമ്മുടെ റാങ്കിങ്ങിൽ വരുന്നത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, CIS ആണ് മുംബൈയിൽ. അവിടെ മെയിൻലി 9 സ്പെഷ്യലൈസേഷൻസ് ആണ് ഉള്ളത്. ലൈക്ക് ചിൽഡ്രൻ ആൻഡ് ഫാമിലീസ്, ദെൻ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് പ്രാക്ടീസ്, ക്രിമിനോളജി ആൻഡ് ജസ്റ്റിസ്,
then Dalit and Tribal Studies and Actions, Disability Studies and Actions, Livelihood and Social Entrepreneurship, Mental Health, Public Health, Women-Centered Practice. ഈ ഏറ്റവും കൂടുതൽ സ്പെഷ്യലൈസേഷൻസ് ഇപ്പൊ കണ്ടിരിക്കുന്നത് ഇറ്റിസിലാണ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. സോ ഈ എല്ലാത്തിന്റെയും ഇപ്പൊ നമ്മളുടെ പറഞ്ഞാൽ ജസ്റ്റ് ടൈം ഓവർസൈഡ് ആയി പോകുന്നത് കൊണ്ട് ജസ്റ്റ് ഗോ ടു ദ സൈറ്റ്, നമുക്ക് അതിന്റെ ക്ലിയർ ആയിട്ടുള്ള ബ്രീഫ് ആയിട്ട് എന്താണ് ഈ ഓരോ സ്പെഷ്യലൈസേഷൻസിനെ കൂടെ അവർ മീൻ ചെയ്തിരിക്കുന്നതൊക്കെ മനസ്സിലാവും. സോ സെക്കൻഡ് റാങ്കിങ്ങിൽ വരുന്നത് രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് കൊച്ചിയാണ്. ഇവിടെ മെയിൻ ആയിട്ട് 4 സ്പെഷ്യലൈസേഷൻസ് ആണ് ഉള്ളത്, like family and child welfare, then community development, medical and psychiatric social work, then corporate social responsibility management. Then coming to the third college, that is Department of Social Work, Delhi University. There mainly 6 specializations offer ചെയ്യുന്നുണ്ട്. Human resource management, then criminology and correctional administration, medical and psychiatric social work, family and child welfare, rural and urban community development, industrial relations and labor welfare. So ഇതിനകത്തൊക്കെ നമുക്ക് മെയിൻലി കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നത് ഈ മെഡിക്കൽ ആൻഡ് സൈക്കാട്രി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. പിന്നെ നമ്മൾ ഫോർത്ത് കോളേജസ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക്, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ. ഇവിടെ മെയിൻലി 2 സ്പെഷ്യലൈസേഷൻസ് ആണ്. ഫസ്റ്റ് വൺ ഇസ് ക്ലിനിക്കൽ ആൻഡ് കമ്മ്യൂണിറ്റി പ്രാക്ടീസ്, then human resource development and management. Then 5th റാങ്കിൽ വരുന്നത് മദ്രാസ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക്, ചെന്നൈ ആണ്. The 3 main specializations they are providing are human resource management, then community development, then medical and psychiatric social work. 6th ranking given to Loyola College of Social Science, Trivandrum, and the 2 main specializations offered by them are community development and medical and psychiatric social work. Then 7th rank is Loyola College, Chennai, and main specialization, the main focus area of this college is community development, then human resource management, medical and psychiatric, welfare of the disadvantaged sections, human rights. Then 8th one is Stella Maris College, Chennai. The main 3 areas are family and child care, social work practice in health settings, development issues and social work practice. സോ ഇപ്പം നിങ്ങളിതെല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ലൈക്ക് ഒരു പാനിക് ആയിരിക്കും നിങ്ങൾ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്. ബട്ട് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് എല്ലാ കോളേജിലും, മിക്ക കോളേജസിലും നമ്മുടെ സെക്കൻഡ് ഇയറിലാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻസ് വരുന്നത്. സ്പെഷ്യലൈസേഷൻസിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഇയറിൽ നമ്മുടെ സിലബസിൽ ലൈക്ക് എല്ലാ കോളേജിലെ സിലബസിൽ എല്ലാ സ്പെഷ്യലൈസേഷൻസും ലൈക്ക് ആ കോളേജിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യലൈസേഷൻസ് ആസ് ഇൻ ജനറൽ ഒന്ന് ടച്ച് ചെയ്ത് പോവായിരിക്കും. സോ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ ആ സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യാം. ബട്ട് ഇൻ സം കോളേജസ് ലൈക്ക് ഭയങ്കര റെയർ ആയിട്ട് ചില കോളേജസിൽ മാത്രം നമ്മുടെ അഡ്മിഷൻ്റെ ടൈമിൽ തന്നെ അവർ ചോദിക്കും ഏതാണ് സ്പെഷ്യലൈസേഷൻ. സോ ഇൻ ദാറ്റ് കേസ് അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച് തുടങ്ങണം. ഏതാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏരിയ, ഏതിലാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വർക്ക് ചെയ്യാൻ, ഏത് സെറ്റിംഗിൽ വർക്ക് ചെയ്യാനാണ് ഇൻട്രസ്റ്റ് എന്ന് നോക്കിയിട്ട് വേണം കോളേജസ് സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യണം. And that's all about me. Thank you. Hi all. ഞാനിപ്പം അഡ്മിഷൻ പ്രൊസീജിയറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഞാൻ MSW സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയർ ആണെന്നാണ് പറയുക, അത് വേരി ചെയ്യും അക്കോർഡിംഗ് ടു ദി കോളേജ് ഓർ യൂണിവേഴ്സിറ്റി. ബട്ട് ജനറലി പറയുകയാണെങ്കിൽ 3 കമ്പോണൻസ് ആണ് അഡ്മിഷൻ പ്രൊസീജിയറിനുള്ളത്. ഫസ്റ്റ്ലി എൻട്രൻസ് എക്സാം, സെക്കൻഡ്ലി ഇന്റർവ്യൂ, തേർഡ്ലി ഗ്രൂപ്പ് ഡിസ്കഷൻ. പിന്നെ ഡിഗ്രി പെർസെൻറ്റേജ് റെയർലി മാത്രമേ എടുക്കാറുള്ളൂ. ഇപ്പം കേരളയിലാണെങ്കിൽ ഡിഗ്രി പെർസെൻറ്റേജ് കൺസിഡർ ചെയ്യും. ബട്ട് ഔട്ട്സൈഡ് കേരള കോളേജസിൽ ഇപ്പൊ ഈ പാൻഡമിക് കോണ്ടെക്സ്റ്റ് ആയതുകൊണ്ട് അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ വളരെ റെയർലി യൂസ് ചെയ്യുള്ളൂ. അപ്പം ഈ 4 കാര്യങ്ങളാണ് എന്താ പറയാ കമ്പോണൻസ് എന്ന് പറയാം. അഡ്മിഷൻ പ്രൊസീജിയറിൽ നമ്മൾ കെയർഫുൾ ആയിരിക്കേണ്ട 4 കാര്യങ്ങൾ. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഓക്കെ, അപ്പൊ എൻട്രൻസ് എക്സാം ആണ് സത്യം പറഞ്ഞാൽ മെയിൻസ് ആണ്. അപ്പം എൻട്രൻസിൽ നോർമലി അവരൊരു 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. പിന്നെ ചില എൻട്രൻസസിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, ചിലതിലില്ല. ഇപ്പൊ ടിസിന്റെ ഒക്കെ എൻട്രൻസ് ആണെങ്കിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. എൻട്രൻസ് എക്സാമിന്റെ സിലബസ് നോക്കുവാണെങ്കിൽ മെയിൻ ആയിട്ട് കിടക്കുന്ന GK ആണ്, ജനറൽ നോളജ്. അതിന് ഒരു 30 to 40% വെയിറ്റേജ് ഉണ്ട്.
അപ്പം ജനറൽ നോളജ് ആകുമ്പം നിങ്ങൾക്ക് ന്യൂസ് പേപ്പേഴ്സ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ലൈക്ക് ഇയർ ബുക്ക്, പിന്നെ GK ബുക്സ് ഒക്കെ കിട്ടും, പിന്നെ ഇൻഫോർമേറ്റീവ് വെബ്സൈറ്റ്സ്, അങ്ങനെ പല സോഴ്സസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജനറൽ നോളജ് ഒക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്തെടുക്കാൻ പറ്റും. സോ അങ്ങനെയാണ് GK ഡെവലപ്പ് ചെയ്തെടുക്കുക. പിന്നെ ലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ലോജിക്, അതിൽ എന്ത് വേണമെങ്കിലും വരാം. പാറ്റേണിംഗ് ഉണ്ട്, പിന്നെ ഒരു ബ്ലഡ് റിലേഷൻ ടെസ്റ്റ്, പിന്നെ സീക്വൻസ് ടെസ്റ്റ്, അങ്ങനെ ലോജിക് റീസണിങ്ങിന്റെ പല ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. പിന്നെ അരിത്മെറ്റിക് റീസണിങ് എന്ന് പറഞ്ഞാൽ മാത്സ് ആണ്. ഇപ്പം +2 വരെയുള്ള മാത്സ് അവർ എൻട്രൻസിൽ ചോദിക്കുള്ളൂ. അതെന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, പിന്നെ ബേസിക് ഓൾജിബ്ര, അതൊക്കെ ചോദിക്കുള്ളൂ. അപ്പം അതിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ വെർബൽ എബിലിറ്റി എന്ന് പറയുമ്പോൾ അറിയാം ഇംഗ്ലീഷ്. അപ്പം ഇംഗ്ലീഷിൽ കണ്ടുവരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഗ്രാമർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, പിന്നെ കോംപ്രിഹെൻഷൻ, ദെൻ ഈ എന്താ പറയാ, ഇത് സെന്റൻസ് റീസ്ട്രക്ചറിങ്, ക്ലോസ് ഫ്രേസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കാം. ഇപ്പം ലോജിക്കൽ റീസണിങ്ങും അരിത്മെറ്റിക് റീസണിങ്ങും വെർബൽ എബിലിറ്റിയും ഒന്നിച്ച് അവൈലബിൾ ആയിട്ടുള്ള ബുക്സ് ഉണ്ട്. അതായത് ഞാൻ യൂസ് ചെയ്ത് എന്താന്ന് വെച്ചാല് ഈ നമ്മൾ ബാങ്ക് എക്സാമിനൊക്കെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബുക്സ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്ത ബുക്ക് ബാങ്ക് PO, അതായത് പ്രൊബേറ്ററി ഓഫീസറുടെ പോസ്റ്റിന് വേണ്ടിയിട്ട് ആ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ബുക്കാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പം അതിൽ 3 അവൈലബിൾ ആയിരുന്നു. അപ്പൊ അതാണ് ഞാൻ റെഫർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ GK ഞാൻ റാൻഡം ആയിട്ട് ഓരോ സോഴ്സസ് വഴിയാണ് GK ഡെവലപ്പ് ചെയ്തെടുത്തത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ലോജിക്കും മാത്സും ഇംഗ്ലീഷും GK ഒക്കെ സത്യം പറഞ്ഞാൽ എന്ത് സോഴ്സ് വേണമെങ്കിലും റിലൈറ്റ് ചെയ്യാം. നമ്മുടെ MSW ഒരു പ്രിസ്ക്രൈബ് സിലബസ് ഒന്നുമില്ല, കാര്യമായിട്ടൊരു സിലബസ് ഒന്നുമില്ല. ഇഷ്ടമുള്ള സോഴ്സസ് നിന്ന് നമുക്ക് എന്താ പറയാ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം, ഇഷ്ടമുള്ള സോഴ്സ് യൂസ് ചെയ്യാം. ഇപ്പം LDC ക്ലർക്കിന്റെ ബുക്സും PSC ബുക്സും എന്ത് വേണമെങ്കിൽ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ പ്രിസ്ക്രൈബ് സിലബസ് ഇല്ല, ബട്ട് അതിനൊരു പോസിറ്റീവ് ഉള്ള എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡിഫറെന്റ് മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് റാൻഡം ആയിട്ട് നമുക്ക് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം മെറ്റീരിയൽസ് വാങ്ങാൻ പറ്റില്ല ഇതൊരവസ്ഥയാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ഇപ്പം ന്യൂസ് പേപ്പർ ഒക്കെ എല്ലാ വീട്ടിലും അവൈലബിൾ ആണോ, അതുപോലെ തന്നെ ഇയർ ബുക്ക്. ഇപ്പൊ എന്റെ അപ്പൻ മനോരമയിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് മനോരമയുടെ ഇയർ ബുക്ക് കിട്ടുമായിരുന്നു. അപ്പൊ അത് യൂസ് ചെയ്ത് ഞാൻ GK ഒക്കെ പ്രിപ്പയർ ചെയ്തോണ്ട്. അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാം. പിന്നെ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ്, നമുക്ക് അതിൽ ഇല്ലാത്തൊന്നുമില്ല. അപ്പം അതും യൂട്ടിലൈസ് ചെയ്യാം. ദെൻ ഫസ്റ്റ് വൺ ലൈക്ക് സോഷ്യൽ വർക്ക് ചില എൻട്രൻസ് പേപ്പേഴ്സിൽ മാത്രമേ സോഷ്യൽ വർക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഇപ്പം സോഷ്യൽ വർക്കിന്റെ മീനിങ്, അതിന്റെ നേച്ചർ, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ വർക്ക്, അതൊക്കെ വളരെ ബേസിക് ആയിട്ട്. പിന്നെ ചില കോൺസെപ്റ്റ് ലൈക്ക് സോഷ്യൽ റിഫോം, സോഷ്യൽ വെൽഫെയർ, സോഷ്യൽ സർവീസ്, അപ്പൊ അങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റും മേ ബി ചോദിച്ചേക്കാം. ഇപ്പം കാലടി മറ്റേ ശങ്കരാചാര്യ അവിടെ എൻട്രൻസ് പേപ്പറിന് സോഷ്യൽ വർക്ക് ബേസ് ചെയ്ത് 20 questions ചോദിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ലാസ്റ്റ് ഇയർ പ്രിപ്പയർ ചെയ്ത എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. യെസ്, നെക്സ്റ്റ് വരുന്നത് പാനൽ ഇന്റർവ്യൂ ആണ്. അപ്പം ഇന്റർവ്യൂ അഗൈൻ ഓപ്ഷണൽ ആണ്. ചില കോളേജസ് ഇന്റർവ്യൂ നടത്തും, ചിലത് നടത്തില്ല. ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റ് ചിലപ്പോൾ ഓൺലൈൻ ഇന്റർവ്യൂ ആയിരിക്കും. എനിക്ക് എന്തായാലും ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂവിനും നമ്മൾ കറണ്ട് അഫയേഴ്സിൽ കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അതായത് ഇപ്പം ഇന്നാണ് ഇന്റർവ്യൂ എങ്കിൽ ഒരു 3 weeks മുന്നേ തൊട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ന്യൂസിലൊക്കെ നിറഞ്ഞിരിക്കുന്ന സംഭവങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് നിങ്ങളെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ജനറൽ അവയർനെസ് ഞാൻ പറഞ്ഞ പോലെ എൻട്രൻസ് എക്സാമിന് ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു GK മതിയാവും നമുക്ക് നമ്മുടെ ജനറൽ അവയർനെസ് അവർ ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാനായിട്ട്. പിന്നെ സ്പെഷ്യലൈസേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരും. ഇപ്പം നിങ്ങൾ HRM ആണ് അപ്ലൈ ചെയ്തേക്കെങ്കിൽ they may ask you like after 5 years where do you see yourself as an HR. ഇപ്പം ഞാൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സ്പെഷ്യലൈസേഷൻ ആണ്. അപ്പം CD കുട്ടിയാണെങ്കിൽ മേ ബി ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ ചോദിച്ചേക്കാം. ഓർ മേ ബി ലൈക്ക് വെൽഫെയർ സ്കീം ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാം. സോ നിങ്ങൾ ഏത് സ്പെഷ്യലൈസേഷൻ ആണോ എടുക്കുന്നത് അതിനെ കുറിച്ച് ഒരു ബേസിക് അവയർനെസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ എന്നാലും നമുക്ക് ഇന്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, കോൺഫിഡന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്റർവ്യൂവിന് ഹെൽപ്പ് ചെയ്യുന്ന 3 കാര്യങ്ങൾ. പിന്നെ വരുന്നത് GD അഗൈൻ ഓപ്ഷണൽ ആണ്. നമ്മുടെ ലോയോള കോളേജ് ട്രിവാൻഡ്രം എടുത്താലും ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ എടുത്താലും അവിടെയൊക്കെ GD ഒരു കമ്പോണന്റ് ആണ്. അപ്പം GDയിൽ ഇറ്റ് ക്യാൻ ബി ബേസ്ഡ് ഓൺ എനി ടോപ്പിക്. എന്ത് വേണമെങ്കിലും അവർക്ക് ചോദിക്കാം. ബട്ട് പ്രൊവൈഡഡ് അതൊരു സോഷ്യലി റെലവൻസ് ആകുന്നതായിരിക്കും. മോസ്റ്റ്ലി ഒരു സോഷ്യൽ റെലവൻസ് മാറ്റർ ആയിരിക്കും ഒരു ടോപ്പിക് ആയിട്ട് തരാം.
അപ്പൊ അഗൈൻ നിങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. സോ അതാണ് ഇന്റർവ്യൂ ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ. നെക്സ്റ്റ് സ്ലൈഡ്. യെസ്, പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്. ഫസ്റ്റ്ലി മേക്ക് യൂസ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. കാരണം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അറിയാൻ പറ്റും. പിന്നെ എന്താ, ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വെയിറ്റേജ് അറിയാൻ പറ്റും. ഇപ്പൊ ഞാൻ കുറച്ച് മുന്നത്തെ സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ഞാൻ ആ വെയിറ്റേജ് മനസ്സിലാക്കിയത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെയാണ് മനസ്സിലാക്കിയത്. കാരണം ഇപ്പം ഇപ്പം നിങ്ങൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്തു, അപ്പം അവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. സോ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഓക്കെ പോണ്ടിയിൽ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട്, ഇതിനൊക്കെയാണ് വെയിറ്റേജ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം കമ്പാരിസൺ നമുക്ക് സാധിക്കും. അതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. പിന്നെ അത് ചെയ്യുമ്പോൾ ഒരു പ്രാക്ടീസ് കിട്ടും, ഒരു സ്പീഡ് കിട്ടും, കുറച്ചൊരു കോൺഫിഡൻസ് ആവും അങ്ങനെ. സെക്കൻഡ്ലി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിസ്ക്രൈബ് സിലബസ് ഒന്നുമില്ല MSW എക്സാമിന്. ഇപ്പം നമ്മൾ CSC ടെസ്റ്റ് എഴുതുന്ന പോലെയോ അല്ലെങ്കിൽ ബാങ്ക് എക്സാം എഴുതുന്ന പോലെ അല്ലെങ്കിൽ സിവിൽ സർവീസ് പ്രിലിംസ് എഴുതുന്ന പോലെ പ്രിസ്ക്രൈബ് സിലബസ് ഒന്നുമില്ല. ലൈക്ക് ഈ ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് വരും എന്നൊക്കെ നമുക്കറിയാം. ഇപ്പം GK വരും, ലോജിക്ക് വരും, അതൊക്കെ വരും. ബട്ട് അതിന് എന്താ വരുന്നതെന്ന് ദാറ്റ് ദെയർ ചോയ്സ്. ഓക്കെ, അപ്പൊ അതിന് ഗുണവും ദോഷവും ഉണ്ട്. ദോഷം എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മൾ ഭയങ്കര വാസ്റ്റ് ഒരു ഓഷ്യൻ പോലെ കിടക്കും, നമുക്ക് ഐഡിയ ഉണ്ടാവില്ല എന്താ ചെയ്യേണ്ടത് ചിലപ്പൊക്കെ. ബട്ട് ഗുണം എന്താന്ന് വെച്ചാല് നമുക്ക് ഈ പറഞ്ഞ പോലെ എത്ര സോഴ്സസ് ആണെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ അവൈലബിലിറ്റി നമ്മുടെ റിസോഴ്സസ് അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് നമ്മുടെ സ്റ്റഡി ഒക്കെ പ്ലാൻ ചെയ്യാം. അപ്പൊ അങ്ങനെ. തേർഡ്ലി, യെസ്, നമ്മളിപ്പം ഏത് കോളേജാണോ യൂണിവേഴ്സിറ്റി ആണോ അപ്ലൈ ചെയ്തേക്കുന്നത് അവരുടെ വെബ്സൈറ്റിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അപ്പം അവർ ചിലപ്പം ഒരു എൻട്രൻസിന്റെ സിലബസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. കോഴ്സ് സിലബസ് എന്തായാലും ഉണ്ടാവും, ഓരോ സെമസ്റ്റർ അനുസരിച്ച് ഉണ്ടാവും. ബട്ട് എൻട്രൻസ് സിലബസ് ചിലരൊക്കെ പ്രൊവൈഡ് ചെയ്യും, ചിലർ പ്രൊവൈഡ് ചെയ്യില്ല. സോ ജസ്റ്റ് ഒന്ന് ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്ത് നോക്കുക, സിലബസ് ഉണ്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടോ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് പോകാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ലാസ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പം ഡൽഹി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക്, യെസ്, അവിടുത്തെ എക്സാമിന്റെ സിലബസ് എടുത്ത് നോക്കുമ്പോഴത്തേനും അവിടെ 100 ക്വസ്റ്റ്യൻസും GK എല്ലാം GK. അപ്പം നമ്മൾ ഞെട്ടിപ്പോ, ലോജിക്കും ഇല്ല, മാത്സും ഇല്ല, ഇംഗ്ലീഷിലും ഒന്നുമില്ല, എല്ലാം GK. സോ അങ്ങനത്തെ കേസസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ നമ്മൾ ആ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എപ്പോഴും റെഫർ ചെയ്യുന്നത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് ഞെട്ടും, അയ്യോ ആകെ പെട്ടല്ലോ എന്നാവും. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ന്യൂസ് പേപ്പർ വായിച്ചും വീഡിയോസ് ഒക്കെ കണ്ടും. പിന്നെ നമ്മൾ കുറെ ടൈമൊക്കെ വേസ്റ്റ് ചെയ്യും അൺനെസറി സാധനങ്ങളൊക്കെ നോക്കി. അപ്പൊ ആ ടൈമൊക്കെ എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് വെബ്സൈറ്റ്സ് ഒക്കെ സ്കിം ചെയ്ത് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ ലാസ്റ്റ് വൺ മോർ ഉണ്ടായിരുന്നു. അതൊരു എല്ലാവർക്കും ഉള്ള ഒരു ജനറൽ നോട്ടാണ്. സ്റ്റേ ഡിറ്റർമൈൻഡ് ആൻഡ് പോസിറ്റീവ്. ചിലപ്പം ലൈക്ക് സിലബസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ മടുത്തു പോകും, ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ബട്ട് എന്നാലും യു ഹാവ് ടു ബി കൺസിസ്റ്റന്റ്. ഞാനിപ്പോ ഒരു 4 മന്ത്സോളം പ്രിപ്പയർ ചെയ്തായിരുന്നു എൻട്രൻസ് ഒക്കെ എഴുതാനൊക്കെ ആയിട്ട്. സോ യു ഹാവ് ടു ബി കൺസിസ്റ്റന്റ്. ഡ്രൈ ആയി പോയാലും സ്റ്റേ പോസിറ്റീവ്. എക്സാം കിട്ടിയില്ലെങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ നോളജ് ഡെവലപ്പ് ചെയ്യാം. സോ അങ്ങനെയൊക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. സോ നമ്മൾ ഇനി Q&A സെഷനിലേക്ക് പോവാണ്. So next ma'am, so we have some queries. So again, we need your help. So ma'am, കുറച്ചുപേര് ചോദിക്കുന്നു നമ്മളുടെ MSW കഴിഞ്ഞിട്ട് നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ ഗവൺമെന്റ് സെക്ടറിൽ എങ്ങനെയായിരിക്കും, ആൻഡ് ഓൾസോ ഇൻ ജനറൽ ഔട്ട്സൈഡ് ദ NGO ആൻഡ് എവറിത്തിങ്. സോ ഗവൺമെന്റ് സെക്ടറിൽ കുറച്ചും കൂടെ MSW-ന്റെ ഒരു ചാൻസസ് എന്തായിരിക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ്? ഗവൺമെന്റ് സെക്ടറിൽ ഞാൻ പറഞ്ഞു MSW-ന് മാത്രമായിട്ടൊരു പോസ്റ്റ് ഇല്ല. അത് കുറെയൊക്കെ ലോബിങ്ങിന്റെ ഒക്കെ ഭാഗമാണ്. നമ്മുടെ തന്നെ സ്വന്തം പോസ്റ്റുകൾ എന്ന് വിചാരിക്കുന്ന പോസ്റ്റുകൾ പോലും കുറെയൊക്കെ സോഷ്യോളജിക്കാർക്കും സൈക്കോളജിക്കാർക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആസ് എൻ അസോസിയേഷൻ വി ഹാവ് ഗോൺ ടു റെപ്രസെന്റഡ് ടു ദ ഗവൺമെന്റ് സെവറൽ ടൈംസ്. ഇത് നമ്മളുടെ തന്നെ പോസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കുറെയൊക്കെ ലോബിങ്ങിന്റെ ഒരു ഇഷ്യൂകളാണ്. പക്ഷെ ഐ എം ഗ്ലാഡ് ടു സേ ദാറ്റ് ഈ പോസ്റ്റുകളിലൊക്കെ മജോറിറ്റി നമ്മുടെ സോഷ്യൽ വർക്കേഴ്സ് തന്നെയാണ് കയറിയിട്ടുള്ളത്. ബട്ട് ഇറ്റ് നീഡ്സ് എ ലോട്ട് ഓഫ് പ്രിപ്പറേഷൻ. നമ്മൾ എല്ലാം മിക്കവാറും എൻട്രൻസുകൾ ഉള്ളതുകൊണ്ട് ചിലതൊക്കെ എൻട്രൻസ് ഇല്ലാത്തത് കൊണ്ട്, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇന്റർവ്യൂസും അങ്ങനത്തെ മറ്റ് എന്താണ് സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ആർ ഡെയർ. അപ്പൊ അങ്ങനെ വരുന്നതിൽ നമ്മളിപ്പം ഞാൻ 1-2 എക്സാമ്പിൾ നേരത്തെ പറഞ്ഞായിരുന്നു. പ്രൊബേഷൻ ഓഫീസേഴ്സ് പറഞ്ഞായിരുന്നു, കൗൺസിലേഴ്സ് പറഞ്ഞായിരുന്നു, ഈ ഡിസ്ട്രിക്ട് കുടുംബശ്രീ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ പോസ്റ്റുകൾ പറഞ്ഞായിരുന്നു. നമ്മുടെ ചൈൽഡ് വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട്
അതായത് ഡിസ്ട്രിക്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസിന്റെ കീഴിൽ വരുന്ന ഡിസ്ട്രിക്ട് ലെവലിൽ വരുന്ന ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരെല്ലാം MSWക്കാരാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഡിസ്ട്രിക്ട് ചൈൽഡ് നമ്മുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസിന്റെ എന്താണ് സ്റ്റേറ്റ് ലെവൽ കോർഡിനേഷൻ വരുന്നതൊക്കെ നമ്മുടെ പഴയ MSWക്കാർ തന്നെയാണ്. അപ്പൊ അത് ഒരു പോസിബിലിറ്റിയാണ്. പിന്നെ നമ്മുടെ CDPO, അതായത് നമ്മുടെ ICDS സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നല്ല പോസ്റ്റാണ്, ഗസ്റ്റഡ് പോസ്റ്റാണ് CDPO, ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ്. അത് വരുമ്പം കോൾ ഫോർ ചെയ്യുമ്പം കുറെ അധികം പോസ്റ്റുകളാണ് ഒരുമിച്ച് വിളിക്കാറുള്ളത്. അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഉള്ളതാണ് നമ്മുടെ ഈ ICDS സ്കീമിൽ തന്നെയുള്ള നമ്മുടെ എന്താണ് ICDSന്റെ പഞ്ചായത്ത് ലെവലിലുള്ള കോർഡിനേഷൻ ഓഫീസേഴ്സ് ആയിട്ടുള്ള പോസ്റ്റുകളുണ്ട്. അപ്പൊ അതും എനിക്ക് കുറെ അധികം MSWക്കാർ ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം ബൾക്കായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് അതാണ്, ICDS സ്കീമിലേക്ക് കയറിയിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം എൻട്രൻസോ അല്ലെങ്കിൽ എൻട്രൻസ് ഇല്ലാത്തടത്ത് മറ്റ് സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട്, അതെ, PSC മോഡലിൽ തന്നെയാണ്. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണ്ടി തന്നെ വേണം അപ്ലൈ ചെയ്യാൻ. മറ്റേ വേറൊരു കാര്യം ചോദിച്ചാൽ അവർക്ക് ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എല്ലാം ഉണ്ടാവും, എല്ലാം ഉണ്ട്. As well as in general, ma'am, other than non-government sector, NGO management and also other in general, what are the job opportunities? നമ്മൾ കേരളത്തിൽ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇഷ്ടം പോലെ പോസ്റ്റുകളെ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ മറ്റ് സ്റ്റേറ്റ്സിലൊക്കെ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ എന്താണ് പ്രോജക്ട്സിന്റെ കളിയാണ്. UN, UNICEF അങ്ങനത്തെ എന്താണ് ഇന്റർനാഷണൽ ഏജൻസീസിന്റെ ഒക്കെ ഇഷ്ടംപോലെ പ്രോജക്ട്സ് മറ്റ് സ്റ്റേറ്റ്സിലുണ്ട്. കേരളത്തിലെ ഒരു പ്രശ്നം നമ്മുടെ ഹെൽത്ത് ഇൻഡസ്ട്രീസും നമ്മുടെ എന്താണ് we are often compared to developed countries. അതുകൊണ്ട് തന്നെ പ്രോജക്റ്റുകളൊക്കെ മിക്കവാറും ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ്, ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ നമ്മുടെ കേരളം അതിനകത്ത് ഒരിക്കലും ക്വാളിഫൈ ചെയ്യാറില്ല. പിന്നെയും നമുക്കുള്ളത് യൂണിസെഫിന്റെ കുറച്ച് പ്രോജക്ട്സ് ഒക്കെയാണ്, ചൈൽഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോജക്ട്സ് ഒക്കെയാണ്. എങ്കിൽ പോലും വി ഹാവ് എ ലോട്ട് ഓഫ് NGOs. ഇന്റർനാഷണൽ ഏജൻസീസ് എന്ന് പ്രത്യേകം പറയാൻ കാരണം, ഇപ്പൊ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള കെയറോ PCIO അങ്ങനത്തെ ഓർഗനൈസേഷൻസ് ഒക്കെ നിങ്ങൾ കയറിയാൽ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് വെരി ഗുഡ് പേയ്മെന്റ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ MSW ഓൾറെഡി ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ devnet.org എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. അപ്പൊ അവരുടെ ന്യൂസ് ലെറ്റർ ഒക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെവലപ്മെന്റ് ജോബ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള എന്താണ് ഇൻഫർമേഷൻ, എവിടെയൊക്കെ ജോലികളുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ HCL ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. ഗവൺമെന്റിന്റെ ഒരു പ്രസ്റ്റീജിയസ് സ്കീമാണ്. HCLകാരുടെ ഇതിലും ഈ എന്തൊക്കെ ഫെലോഷിപ്സ് അവൈലബിൾ ആണെന്നുള്ള ആസ് വെൽ ആസ് ഇങ്ങനത്തെ ജോബ്സിനെ പറ്റിയുള്ള പോസിബിലിറ്റീസ് അവരുടെ ന്യൂസ് ലെറ്റേഴ്സിലും കാണാറുണ്ട്. ഇതിനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് കഴിഞ്ഞിട്ട് ഇപ്പം PhD അല്ലെങ്കിൽ പോലും നിങ്ങൾ ഒരു ജോലി നോക്കുമ്പോൾ MSW കഴിഞ്ഞിട്ട് there are a lot of fellowships available. ഫെലോഷിപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ജോലി കിട്ടും, അറ്റ് ദ സെയിം ടൈം ജോലിയല്ല, യു വിൽ ബി termed as a fellow, but at the same time you will be getting paid very good pay. ഇപ്പം ക്ലിന്റൺ ഫെലോഷിപ്പ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഫെലോഷിപ്സ് ആർ ദെയർ ഫോർ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. അതിനകത്ത് സോഷ്യൽ വർക്ക് കുട്ടികൾ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ കയറുന്നവരുണ്ട്. അങ്ങനെ ഒരു ഫെലോഷിപ്പ് കിട്ടിയാലുള്ള ഗുണം, അങ്ങനെ ഒരു ഫെലോഷിപ്പ് കിട്ടി നിങ്ങൾ നല്ലതായിട്ട് വർക്ക് ചെയ്ത് 1 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാന്ധി ഫെലോഷിപ്പ് ഉണ്ട്. ഐ ഡോണ്ട് റിമെമ്പർ ഓൾ ദ ഫെലോഷിപ്സ് നൗ. അപ്പൊ അങ്ങനത്തെ പലതരത്തിലുള്ള ഫെലോഷിപ്സ് ആർ അവൈലബിൾ. അപ്പൊ ഈ ഫെലോഷിപ്സ് കിട്ടിയാൽ ഗുണം, നിങ്ങൾക്ക് 1 വർഷം സമാധാനമായിട്ട് വർക്ക് ചെയ്യാം. അത്യാവശ്യം നല്ല പണിയുണ്ടാവും. പക്ഷേ അത് കഴിഞ്ഞ് യു ക്യാൻ അപ്ലൈ ഫോർ യുവർ ഹയർ എഡ്യൂക്കേഷൻ എബ്രോഡ്. കാരണം ഇങ്ങനത്തെ ഫെലോഷിപ്സ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പം ഇറ്റ് ഗീവ്സ് ലോട്ട് ഓഫ് വാല്യൂ ടു വാട്ട് എവർ യു ഹവ് ഡൺ. അപ്പം നമ്മൾ ഡയറക്റ്റ് PG കഴിഞ്ഞ് അപ്ലൈ ചെയ്യുന്നതും ഇങ്ങനത്തെ ഫെലോഷിപ്സോ അല്ലെങ്കിൽ ഇങ്ങനത്തെ 1 ഇയർ ഒരു വർക്ക് നല്ലൊരു NGO നല്ലൊരു ഡെവലപ്മെന്റ് സെക്ടറിൽ വർക്ക് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ സ്റ്റഡി അബ്രോഡ് പ്രോഗ്രാമിന്റെ കാര്യം പറഞ്ഞതിന്റെ കാരണം ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഫ്രീ. കോമൺവെൽത്തിന്റെ ഫെലോഷിപ്സ് ഉണ്ട് ഫോർ PG പ്രോഗ്രാംസ്. അത് കിട്ടിയാൽ നിങ്ങളുടെ യാത്രയടക്കം എല്ലാം ഫ്രീ ആണ്. അപ്പം നല്ല രീതിയിൽ പുറത്തു പോയി പഠിച്ച് നിങ്ങൾക്ക് തിരിച്ചു വരുവോ, അവിടെ നിൽക്കോ, പിന്നെ വേറെ ജോലി നോക്കുവോ, എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാം.
അപ്പൊ അത് നിങ്ങളുടെ പേരൻസിനെ ബുദ്ധിമുട്ടിക്കാതെ ജോലി ചെയ്യാൻ പറ്റിയ നല്ലൊരു അവസരമാണ്. എന്താണ് ഇറാസ്മസ് സ്കോളർഷിപ്സ് എന്ന് പറഞ്ഞിട്ട് സ്കോളർഷിപ്സ് ഉണ്ട്. പി ജി അല്ല, ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള PG കഴിഞ്ഞിട്ടുള്ള അതിനൊക്കെ ഈ ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഒത്തിരി വിലയുള്ള കാര്യമാണ്. ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതിലും അഡീഷണൽ എക്സ്പീരിയൻസ് ആക്ച്വലി മാറ്റേഴ്സ്. ഓക്കെ മാം, താങ്ക് യു. മാം, പിന്നെ കുറെ പേര് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഇന്ത്യയിലെ 3 നമ്മുടെ സ്പെഷ്യലൈസേഷൻ ആണ് മെഡിക്കൽ ആൻഡ് സൈക്കാട്രി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആൻഡ് HRM, 3 മെയിൻ ആയിട്ടുള്ളത്. അത് കൂടാതെ വേറെ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട് നമുക്ക്. അപ്പൊ ഈ 3 തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സോ നമ്മുടെ MSW കോഴ്സിൽ ചേരാൻ പോകുന്ന കുറച്ച് ആൾക്കാർ ചോദിച്ചായിരുന്നു, എന്താണ് ഞങ്ങൾ പഠിക്കുക, അതിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഈച്ച്, വാട്ട് ആർ ദ സബ്ജക്ട് ദാറ്റ് വി വിൽ ലേൺ ഇൻ ഈച്ച് സ്പെഷ്യൽ. 4 ഉണ്ട്. ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയർ ഉണ്ട്. ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയർ ഇസ് എ വെരി ഇമ്പോർട്ടന്റ് സ്പെഷ്യലൈസേഷൻ. കാരണം ചൈൽഡ് ഏരിയയിൽ ഇഷ്ടംപോലെ പുതിയ ജോലികൾ വരുന്ന ഒരു സെക്ടറാണ്. നമുക്ക് പുതിയ ജോലികൾ വരുന്ന ഇത് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പൊ ചൈൽഡുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ബേസിക്കലി ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയറിൽ യു വിൽ ബി ലേണിംഗ് മോർ അബൌട്ട് ചൈൽഡ് സൈക്കോളജി, ചൈൽഡ് ഡെവലപ്മെന്റ്, ചൈൽഡുമായിട്ട് ബന്ധപ്പെട്ട പോളിസീസ്, ലെജിസ്ലേഷൻസ്, അവർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാംസ്. അപ്പൊ ബേസിക്കലി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സിൽ നിങ്ങൾ പഠിക്കുക. അപ്പൊ ചൈൽഡ്ഹുഡ് ഡിസോർഡേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് റിലേറ്റഡ് ടു ചിൽഡ്രൻ, അതെല്ലാം അതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ലേണിംഗ് ഡിസബിലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ ഫാമിലി സോഷ്യൽ വർക്ക് പ്രാക്ടീസ്, ഹൗ ടു അസസ് എ ഫാമിലി, ഹൗ ടു ഡു സോഷ്യൽ വർക്ക് പ്രാക്ടീസ് വിത്ത് ഫാമിലീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. ആസ് വെൽ ആസ് യൂത്ത് ആൻഡ് വിമൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഫാമിലി ആൻഡ് ചൈൽഡ് വെൽഫെയർ സ്പെഷ്യലൈസേഷനിൽ വരുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിൽ നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് മുഴുവനും ഈ ഡെവലപ്മെന്റ് പ്രോജക്ട്സ്, ഡെവലപ്മെന്റ് ഏരിയയിൽ എങ്ങനെ ഇന്റർവീൻ ചെയ്യണം, വാട്ട് ആർ ദ സ്കിൽസ് റിക്വയർഡ് ഇൻ പ്രിപ്പയറിംഗ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോജക്ട്സ്, കമ്മ്യൂണിറ്റി മാനേജ്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പൊ അങ്ങനത്തെ പേപ്പേഴ്സ് ആണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിൽ വരുന്നത്. മെഡിക്കൽ ആൻഡ് സൈക്കാട്രിക് സോഷ്യൽ വർക്കിലാണെങ്കിൽ യു വിൽ ബി സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത് മുഴുവനും ഇറ്റ് വിൽ ബി റിലേറ്റഡ് ടു ഡിസോർഡേഴ്സ്, മെന്റൽ ഡിസോർഡേഴ്സ്. How do you assess mental functioning, അതുമായിട്ട് എങ്ങനെ ഒരു കേസ് എങ്ങനെ മാനേജ് ചെയ്യണം ഇൻ എ സൈക്കാട്രിക് ഓർ മെഡിക്കൽ സെറ്റിംഗ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് എന്തൊക്കെയാണ്, കമ്മ്യൂണിറ്റി ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. HR ബേസിക്കലി യു വിൽ ബി ലേണിംഗ് അബൌട്ട് ദി എംപ്ലോയി ലോസ്, എംപ്ലോയി അസിസ്റ്റന്റ്, ലേബർ റിലേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ HR വരുന്നത്. ഇപ്പൊ ഫോർഡ് ഒക്കെ ആണെങ്കിൽ കമ്പനീസ് ലൈക്ക് ഫോർഡ് ആൻഡ് ഓൾ, അവരുടെ അഡ്വർടൈസ്മെന്റിൽ they will clearly mention that they need only MSW with HR, not MBA HR or MA personal management. അങ്ങനത്തെ ആൾക്കാരെ വേണ്ട, HRM അങ്ങനത്തെ ആൾക്കാരെ വേണ്ടെന്ന് ക്ലിയർലി സ്പെസിഫൈ ചെയ്യും. നിങ്ങൾ ഫോർഡിന്റെ പരസ്യം നോക്കിയാൽ മതി. അങ്ങനെ സ്പെസിഫൈ ചെയ്യുന്ന കമ്പനീസും ഉണ്ട്. because they give more emphasis on MSW. CSR more or less like HR തന്നെയാണ്, but it is more specialized for CSR projects. ഓക്കെ മാം, ദെൻ ഒരു സംശയമുള്ള നമ്മളുടെ സോഷ്യൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ MSW സ്റ്റുഡൻസിനാണ്. നമ്മൾ വൺസ് വി ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്യാമ്പസ്, ഹൗ ടു ബാലൻസ് സോഷ്യൽ വർക്ക് ആൻഡ് പേഴ്സണൽ ലൈഫ് ഇൻ our real life. So as a professional you can answer that. അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. നമ്മള് ഫസ്റ്റ് ഓഫ് ഓൾ പ്രയോറിറ്റീസ് ആർ വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ ആർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ളതനുസരിച്ച് നമ്മുടെ ടൈമും അതനുസരിച്ച് ചെയ്യാവുന്നുള്ളൂ. ഞാൻ തന്നെ വിചാരിക്കാറുണ്ട്, ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പണികളും ഇപ്പം ഐ ഹാവ് എ ഫാമിലി, ഐ ഹാവ് 2 kids. ഇപ്പം ഐ എം വർക്കിംഗ് ഇൻ രാജഗിരിയിൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഹെക്ടിക്. നമ്മൾ അത്ര ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് അല്ല. ബട്ട് യു ഹാവ് യുവർ ഓൺ റിലാക്സേഷൻ. ഈ പണികളുണ്ട് ഇഷ്ടം പോലെ. ബട്ട് എനിക്ക് മനസ്സിലായിടത്തോളം നമ്മൾ ജോലികൾ കൂടുന്നതനുസരിച്ച് യു ഗിവ് മോർ പ്രയോറിറ്റി ടു വാട്ട് എവർ. ഓരോന്നിനും ടൈം സ്പെസിഫൈ ചെയ്യാനും ഭംഗിയായിട്ട് നമ്മൾ കൂടുതൽ ടൈം മാനേജ്മെന്റ് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊരു പ്രശ്നമല്ല. പിന്നെ ഒരു ഇതുള്ളത്, ഇപ്പൊ ചില സോഷ്യൽ ആക്ടിവിസ്റ്റിന്റെ കാര്യത്തിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത്, യു ഗെറ്റ് മാരീഡ് ടു സോഷ്യൽ വർക്ക്. അങ്ങനെ വരുമ്പം മറ്റു പലതിനും ഉള്ള ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകും. അത് നല്ല ഒരു ട്രെൻഡ് അല്ല. കാരണം നമുക്ക് നമ്മുടെ ഫാമിലി, നമ്മുടെ കുട്ടികളെ നല്ലപോലെ വളർത്താതെ മറ്റു കുട്ടികളെ നന്നാക്കാൻ നടക്കുന്ന ഒരു സിറ്റുവേഷൻ അത് ഇറ്റ് കോൺട്രഡിക്സ്. അപ്പം നമ്മുടെ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കണം, ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കണം. അപ്പോൾ നമുക്കൊരു പേഴ്സണൽ സ്പേസ് വേണം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്.
ഇതെല്ലാം നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. പതുക്കെ പതുക്കെ നമുക്കത് റെഡിയാക്കി എടുക്കാം. തീർച്ചയായിട്ടും. പിന്നെ നാലാമത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹു പെർസ്യൂ MSW കോഴ്സ് ഓർ ദോസ് ഹു വിഷ് ടു പെർസ്യൂ ദ MSW കോഴ്സ്, നമ്മൾ MSW കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ജോബിനായിട്ട് നമുക്ക് പുറത്തു പോകാൻ പറ്റുമോ, അബ്രോഡ് പോകാൻ പറ്റുമോ? ഓർ സെക്കൻഡ് തിങ്, നമുക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് സപ്പോസ് നമ്മൾ MSW കഴിഞ്ഞ് പോവുകയാണെങ്കിൽ എന്ത് കോഴ്സ് ആയിരിക്കും നമ്മൾ അവിടെ എടുക്കേണ്ടത്? ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആണോ, ഓർ അഗൈൻ വി നീഡ് ടു ഡു ദ PG? സോ അതിന്റെ ഒരു സ്റ്റെപ്സും ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒന്ന് പറയാമോ? ലൈക്ക് ആഫ്റ്റർ MSW അബ്രോഡിന്റെ ഒരു കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാമോ? Yeah, if you take the case of Canada and Australia and New Zealand, സാധാരണ നമ്മുടെ പിള്ളേർ പല രീതിയിൽ ചെയ്യാറുണ്ട്. ചില ആൾക്കാർ ഇവിടെ MSW കഴിഞ്ഞിട്ട് അവിടെ പിന്നെയും പോയി MSW ചെയ്യും. അത് ഒരു തരത്തിൽ നല്ലതാണ്. കാരണം ഈ കൺട്രീസിലൊക്കെ they always prefer your work experience with their own population. നമുക്കിവിടെ പല എക്സ്പീരിയൻസും ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ അത് കൺസിഡർ ചെയ്യത്തില്ല. അവർക്ക് അവിടെയുള്ള വർക്ക് എക്സ്പീരിയൻസ് തന്നെ വേണം. അതുകൊണ്ടാണ് പല ആൾക്കാരും, പക്ഷെ ഇത് എക്സ്പെൻസീവ് ആണ്. MSW 2 years അവിടെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി എക്സ്പെൻസീവ്. അപ്പൊ ചില ആൾക്കാർ ചെയ്യുന്നത് അവർ 1 year ഡിപ്ലോമ കോഴ്സുകൾ, ഇത് ഇപ്പം സബ്സ്റ്റൻസ് അബ്യൂസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ യൂത്ത് വർക്കുമായിട്ട് ബന്ധപ്പെട്ടോ, അപ്പം ചൈൽഡുമായിട്ട് ഡിസബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടോ there are a lot of courses available. അപ്പൊ അങ്ങനത്തെ കോഴ്സുകൾ 1 year കോഴ്സുകൾ എടുത്തിട്ട് അതിന്റെ കൂടെ തന്നെ അവര് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വർക്കും ചെയ്ത് പിന്നെ they'll apply. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പം അത് കുറച്ചുകൂടി അവിടുത്തെ വർക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇപ്പം ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിൽ നമ്മൾ കാണുന്നത് ഈ ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞവര് അവിടെ പോയി MSW ചെയ്യുന്നവരുണ്ട്. ബാച്ചിലേഴ്സ് ഇപ്പം ഫോറിൻ കൺട്രീസിലാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി മതി വർക്ക് ചെയ്യാനായിട്ട്, PG വേണം എന്നില്ല. ഇപ്പം ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞ് ഇതുപോലെ തന്നെ അവര് 1 year ഡിപ്ലോമ എടുത്തിട്ട് പോകുന്നവരും ഉണ്ട്. അപ്പൊ 2 രീതിയിലാണ് ആൾക്കാർ ചെയ്യുന്നത്. ഇനി ഇതൊന്നും ഇല്ലാതെ നിങ്ങളെ ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ പോകുന്നവരും ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് യു ഗെറ്റ് ഇൻ ടു എന്താണ് ഒരു കെയർ ഹോമിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നു, എന്തെങ്കിലും അഡീഷണൽ ചെറുതായിട്ട് പഠിക്കുന്നു, പതുക്കെ പതുക്കെ യു ആർ ഗെയിനിങ് എക്സ്പീരിയൻസ്, ബട്ട് അറ്റ് ദ സെയിം ടൈം യു ആർ ഡൂയിങ് എ കോഴ്സ്. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഡയറക്റ്റ് പോകുന്നതിനും കുഴപ്പമൊന്നുമില്ല. അവിടെ നമുക്ക് ഒരു വർഷം സപ്പോർട്ട് ചെയ്യാൻ ജോലി, ഇപ്പം 20 hours ഒക്കെ വർക്ക് ചെയ്യാം നമുക്ക്. അപ്പൊ ആ വർക്ക് ചെയ്യുന്ന പൈസ മതി നമുക്ക് നമ്മളെ തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ, അതൊക്കെ മതി. ഈ 3 കോമ്പിനേഷൻസും ആൾക്കാർ വർക്ക് ചെയ്യാറുണ്ട്. അതായത് ഡയറക്റ്റ് പോകുന്നവരുണ്ട്. ഡയറക്റ്റ് പോകുന്നതിന് പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇപ്പം ഓസ്ട്രേലിയൻ ന്യൂസിലൻഡിലൊക്കെ ആണെങ്കിൽ അവിടെ നിങ്ങൾക്കറിയാലോ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് പോയിന്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് കൂടുതലുണ്ടെങ്കിൽ, IELTS നല്ല സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ്സ് കൂടുതലായിരിക്കും. അപ്പൊ പോയിന്റ്സ് 415 ഇപ്പോഴത്തെ എനിക്ക് എത്ര അറിഞ്ഞുകൂടാ, ഒരു റേഞ്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മള് അവിടെ അവര് കൺസിഡർ ചെയ്യുള്ളൂ. കാരണം അത് മാറിക്കൊണ്ടിരിക്കും. അതെ. അപ്പൊ എക്സ്പീരിയൻസ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഓക്കെ മാം, വി ഹാവ് 2 more questions. ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലബ് ചെയ്ത് ഓൾറെഡി ടൈം 5 o'clock ആയി. സോ ഐ എം ജസ്റ്റ് ക്ലബിങ് ഇറ്റ് ഔട്ട്. മാം കുറെ പേര് ചോദിച്ചൊരു കാര്യമായിരുന്നു, നമ്മളുടെ MSW പഠിക്കുന്നത് നമുക്ക് നല്ലതാണോ? ആൻഡ് ഫ്രം എസ്പെഷ്യലി IGNOU ആൻഡ് അതർ യൂണിവേഴ്സിറ്റീസ് ഡിസ്റ്റൻസ് പ്രോഗ്രാംസ് ഓൾറെഡി അവർ കൊടുക്കുന്നുണ്ട്. അതിൽ ഫീൽഡ് വർക്കും ഉണ്ട്. സോ ഈസ് ഇറ്റ് വാലിഡ് ഇൻ ഇന്ത്യ ആൻഡ് ഓൾസോ അബ്രോഡ്? വാട്ട് ഈസ് ദ കോണ്ടെക്സ്റ്റ്? ഞാൻ കണ്ടിട്ടുള്ള അനുസരിച്ച് ഈ MSW എന്ന് പറയുന്നത് നമ്മളൊരു പ്രാക്ടിക്കൽ, ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് അണ്ടർ സൂപ്പർവൈസ്ഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, സൂപ്പർവൈസ്ഡ് എക്സ്പീരിയൻസ് ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് വാല്യൂ. IGNOയിൽ നമ്മൾ ചെയ്യുന്ന IGNOയുടെ സിലബസ് ഒക്കെ നല്ലതാണ്. പക്ഷെ ഒരു കുഴപ്പം, നമ്മൾ ഓർത്തില്ലേ സ്വിമ്മിങ് ബൈ പോസ്റ്റ് പഠിക്കുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു എഫക്റ്റ് ആണ് ഈ നമ്മൾ ഡിസ്റ്റന്റ് ആയിട്ട് സോഷ്യൽ വർക്ക് പഠിക്കുന്നു. അപ്പൊ നമ്മള് പ്രാക്ടിക്കൽ ആരുടെയൊക്കെ സൂപ്പർവൈസർ ഉണ്ടെന്ന് പറഞ്ഞാലും അങ്ങനത്തെ ഒരു പ്രോപ്പർ സൂപ്പർവിഷൻ ഐ ഹാവ് നോട്ട് സീൻ. അപ്പൊ അത് ആ ഒരു അതിന്റെ ഒരു റെക്കഗ്നിഷൻ ഒന്നും പ്രശ്നമൊന്നുമില്ല. ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ്, ബട്ട് ദിസ് ഇഷ്യൂ ഇസ് ദേർ. അത് മേക്കപ്പ് ചെയ്യാൻ പറ്റും. ഗോയിങ് അബ്രോഡ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും മാം? ഗോയിങ് അബ്രോഡ് അത് എനിക്ക് അറിയത്തില്ല. അത് ഞാൻ അങ്ങനത്തെ ഒരു ഇത് കണ്ട് ഐ ഹാവ് നോട്ട് എൻകൗണ്ടർഡ് എനി സച്ച് പേഴ്സൺസ്. അബ്രോഡ് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇഫ് യു ആർ ഏബിൾ ടു എസ്റ്റാബ്ലിഷ്, നമ്മൾ സാറിന് അബ്രോഡ് പോകുമ്പം എന്താണ് നമ്മുടെ കരിക്കുലം അവിടെ ആക്സെപ്റ്റഡ് ആവുന്ന രീതിയിലുള്ള
ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നവരാണ്. അപ്പൊ അത് നമ്മളൊന്നും ആയിരിക്കത്തില്ല ഉണ്ടാക്കുന്നത്, ചിലപ്പോൾ ഏജൻസികളായിരിക്കും ഉണ്ടാക്കുന്നത്. സോ ഇറ്റ് മേ നോട്ട് ബി എ പ്രോബ്ലം ഉണ്ടാവണമെന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പ്രാക്ടിക്കൽ ലേണിംഗില് ഇറ്റ് മാറ്റേഴ്സ്. അഫ്കോഴ്സ് നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾ പ്രാക്ടിക്കൽ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ എനി സെറ്റിംഗ്സ് എൽഡർലി ഡിസബിലിറ്റി നമ്മൾ ഫീൽഡിൽ നിന്ന് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നമ്മളൊരു കണ്ടിന്യൂസ് ലേണിംഗ് എന്ന പ്രോസസ്സ്. സോ മാം, ഹെഡിങ് ഓൺ ടു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ നമ്മുടെ MSW എടുക്കാൻ വേണ്ടി കുറെ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ചോദിച്ചായിരുന്നു, ഞങ്ങൾ ഇന്ത്യയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഞങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, ആൻഡ് ഓൾസോ ഇന്ന കോളേജിൽ പഠിച്ചാൽ ഞങ്ങൾക്ക് ഇത്ര പ്ലേസ്മെന്റ്സ് കിട്ടും, ഇവിടെ പഠിച്ചാലേ പ്ലേസ്മെന്റ്സ് കിട്ടുകയുള്ളൂ. അപ്പൊ ഇപ്പോൾ നമ്മളുടെ ജുമി, ഗയ കുറെ കോളേജിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. കേരളത്തിൽ നമുക്ക് കേരള, കണ്ണൂർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടറിൽ കുറെ കോളേജിൽ MSW ഉണ്ട്. സോ ഞങ്ങൾ എങ്ങനെയാണ് കോളേജസ് ചൂസ് ചെയ്യേണ്ടത്? അപ്പോ അതിനെ കുറിച്ച് മാം പറയാമോ? ഈ റാങ്കിങ് ഒരു തരത്തിൽ നോക്കുന്നത് നല്ലതാണ്. 2 റാങ്കിങ്സ് ആണ് നമുക്ക് ഇപ്പം ഒഫീഷ്യലി നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ റാങ്കിങ്ങിന്റെ ഒരു ഗുണം, അവര് ഈ പ്ലേസ്മെന്റും അവിടെ കൈൻഡ് ഓഫ് അക്കാഡമിക്സും അതെല്ലാം നോക്കിയിട്ടാണ് റാങ്ക് നിശ്ചയിക്കുന്നത്. അപ്പൊ ആ റാങ്കിങ്സ് നോക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളൊരു ഓരോ കോളേജും ഈ ഒരു കോഴ്സിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പം ഇപ്പം റാങ്കിൽ നന്നായിട്ട് മുന്നിലെത്തണം എന്ന് വിചാരിക്കുന്നവർ അതിനനുസരിച്ച് അതിനുള്ള സ്റ്റെപ്സ് എടുക്കും. കാരണം എടുക്കാതെ പറ്റത്തില്ല. പ്ലേസ്മെന്റ് കൂട്ടും, അല്ലെങ്കിൽ കൊടുക്കുന്ന എക്സ്പീരിയൻസുകളിൽ കുറച്ചുകൂടെ ബെറ്റർ ഇതാക്കും. അപ്പൊ നാച്ചുറലി സ്റ്റുഡന്റ് ബെനിഫിറ്റ്സ്. അപ്പൊ നല്ല കോളേജുകളിൽ അല്ലെങ്കിൽ ടോപ്പ് കോളേജുകളിൽ പഠിക്കുന്നതിന്റെ അതൊരു ഗുണമുണ്ട്. When you go for interviews also, if your college's name is heard, then അപ്പൊ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും ഇവിടെ നിന്നാണോ എന്നുള്ള മറ്റേ ചിലപ്പോൾ നമ്മുടെ കോളേജിൽ നിന്നുള്ള അലുമിനി ആയിരിക്കും ചിലപ്പോൾ ഇന്റർവ്യൂ ബോർഡിലുള്ളത്. അപ്പൊ അങ്ങനെ പല അഡ്വാൻറ്റേജസും ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ ടോപ്പ് കോളേജസിൽ അഡ്മിഷൻ കിട്ടത്തുമില്ല. അപ്പൊ അത് ഒരു പ്രശ്നമായിട്ട് വിചാരിക്കേണ്ട കാര്യവുമില്ല. കാരണം പലപ്പോഴും അതൊരു ഇനീഷ്യൽ ഇംപ്രഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കഠിനാധ്വാനവും നിങ്ങളുടെ ഡെഡിക്കേഷനും റോൾ, നിങ്ങൾ സ്വന്തം നിലയിൽ നല്ല ഫീൽഡിൽ പോയി നല്ല എക്സ്പീരിയൻസുകൾ ഉണ്ടാക്കി നല്ല വായന ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ നല്ല രീതിയിൽ മറ്റു ബാക്കിയുള്ള ടോപ്പ് കോളേജസിൽ നിന്നുള്ളവരെക്കാളും നന്നായിട്ട് വരാവുന്നതേ ഉള്ളൂ. അങ്ങനെ 2 വശമുണ്ട്. രണ്ടും കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതെ, തീർച്ചയായും മാം. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇനിയും ക്വസ്റ്റ്യൻസ് ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൺസ് വി ആർ ഇൻ ക്യാമ്പസ്, നമ്മൾ ഏത് കോളേജിലാണെങ്കിലും നമ്മൾ പഠിച്ചതിന് ശേഷം ഉള്ള ഒരു ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മളിപ്പോൾ മാമിൽ നിന്ന് കേട്ടു. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആസ് എ സോഷ്യൽ വർക്കർ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ് ആയിരിക്കും. നമ്മൾ നോബഡി ഹാവ് എൻകൗണ്ടർഡ് ദിസ് കോവിഡ് ടൈം. മാം പറഞ്ഞ പോലെ ചിലപ്പോൾ ഓൺലൈനിൽ വർക്ക് ചെയ്യേണ്ടി വരാം. അതൊക്കെ ഒരു ന്യൂ മോഡ് ഓഫ് ഇതാണ്. നമ്മൾ എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനിയും നമ്മളുടെ കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ വി ആർ കൺക്ലൂഡിങ് അവർ പ്രോഗ്രാം. So thank you ma'am, so for all the sessions that you have taken.